യുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ നിയാസ്ക തന്നെയാണ് ഉള്ളത്. നിയാസ് പി അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഒരുപാട് ആളുകൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. അതിലേറ്റവും പ്രധാനമായിട്ടും നിയാസ്ക ഹാൻഡിൽ ചെയ്യുന്നത് ഈ വൈശാഖൻ തമ്പിയെയാണ്. അപ്പോൾ ഒരു തമ്പി സാറിനെ സ്ഥിരമായി ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് നമ്മൾ കാണുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും തമ്പിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അപ്പോൾ എന്താണ് ശരിക്കും ഈ വൈശാഖൻ തമ്പിയെ അത്രയും ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് കണ്ടു. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം? അല്ല, തമ്പി സാറിന്റെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ട് വന്നു. അവസാനം ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ. ആ അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ ഞാൻ പ്രധാനമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോൾ വൈശാഖൻ തമ്പിയെ പറ്റി സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു മിനിറ്റ് ഞാൻ വൈശാഖൻ തമ്പിയെ പുകഴ്ത്തി പറയാനാണ് ഉപയോഗിക്കാറ് എല്ലാത്തിലും. കാരണം അത് പറയപ്പെടേണ്ട സംഭവം തന്നെയാണ്. കാരണം വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നത്. അതായത് ഒരു തരത്തിലുള്ള അധിക്ഷേപങ്ങളോ പരിഹാസങ്ങളോ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ഒരു ഇകഴ്ത്തി കാണിക്കലോ ഒന്നും ഇല്ലാതെ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന അവനവൻ്റെ കാര്യം പറഞ്ഞിട്ട് പോവുക. അതിൻ്റെ ഉള്ളിൽ കുറച്ച് പരിപാടികളുണ്ട്. എന്നാൽ പോലും സംസാരവും ഡീലിങ്ങും എല്ലാം ഇപ്പോൾ പല വിഷയങ്ങളിലും പുള്ളി ഒരുപാട് പുതിയ അറിവുകൾ നമുക്ക് പുള്ളിയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഞാൻ ഏത് സംഭവത്തിലും ആദ്യത്തെ ഒരു മിനിറ്റ് പുള്ളിയുടെ ഒന്ന് പുള്ളിയുടെ പറ്റി ഒന്ന് നമ്മൾ കാരണം അങ്ങനെ പറഞ്ഞു തുടങ്ങുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ സി രവീന്ദ്രനെ വിമർശിച്ചിട്ട് വീഡിയോ ഇട്ടുണ്ടാവും, ആരിഫ് ഹുസൈൻ ഉണ്ടാവും. അപ്പോൾ അതേ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാറ്റഗറിയിൽ നമ്മൾ വൈശാഖൻ തമ്പിനെ വിമർശിക്കാൻ പാടില്ല. മനസ്സിലുണ്ട്. ആ ഒരു റെസ്പെക്ട് നമ്മൾ കൊടുത്തിട്ടാണ് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതും തുടങ്ങിയത്. അങ്ങനെ വൈശാഖൻ തമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കഥയുടെ ഇടയിൽ വന്നു പോകുന്ന ആദ്യം ക്യാരക്ടറായിരുന്നു വൈശാഖൻ തമ്പി. അപ്പോൾ വൈശാഖൻ തമ്പിനെ നമ്മൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ കഥ അങ്ങനെ ഞാൻ ആദ്യം ഇങ്ങനെ ഈ പറഞ്ഞ ബിജു മോഹൻ എന്ന് പറഞ്ഞ ചാനൽ വഴിയാണ് ഇവരൊക്കെ പരിചയപ്പെടുന്നത്. ആ കൂട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് കൃത്യമായിട്ട് അതിൽ ടൈം ലൈൻ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരാളെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ വീഡിയോകൾ ഇങ്ങനെ ഇരുന്ന് കാണും. അപ്പോൾ ഈ ഫിസിക്സ് സയൻസ് കമ്മ്യൂണിക്കേറ്ററാണ് പുള്ളി ബേസിക്കലി. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ രസകരമായിട്ട് പറയും. ഇപ്പോൾ സയൻസ് നമ്മളൊരു സാധാരണക്കാരെന്നുള്ള നിലക്ക് നമുക്ക് കേട്ടിരിക്കണമെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ പുള്ളിയുടെ പ്രഭാഷണം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ കേട്ടിരിക്കും. അത്രയും രസകരമായിട്ട് സംസാരിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ പുള്ളി നിരീശ്വരവാദിയാണ്. അത് പുള്ളി നിരീശ്വരവാദികൾ പറയുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിരീശ്വരവാദത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സയൻറ്റിഫിക് ന്യായീകരണങ്ങൾ വരും. അപ്പോൾ അത് നമ്മൾ അന്ന് കേൾക്കും. അത് കേട്ടിട്ട് അങ്ങനെ നമ്മളിരിക്കും. അതിൻ്റെ ഇടയിൽ പുള്ളി വേറെ വരും. അങ്ങനെ പോകും. മിക്സ് ചെയ്ത് വരുന്നത്. കുറച്ച് നിരീശ്വരവാദം പ്രൊമോട്ട് ചെയ്യും, കുറച്ച് സ്വാഭാവിക സയൻസ് പറയും, ചിലപ്പോൾ നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ അത് ആ ഒരു റേഞ്ചിൽ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ഫേസിൽ വരുമ്പോൾ ഈ രണ്ടാമത്തെ ഫേസിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒന്നാമത്തെ ഫേസ് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഇപ്പം ഒരു പ്രസംഗം അതിങ്ങനെ കണ്ടുപോവുക. നേരത്തെ 2 രൂപത്തിൽ വേണമെങ്കിൽ ചെയ്യാറുണ്ട്. ഒന്ന് ഒരു ആസ്വാദനമായി ഇങ്ങനെ കണ്ടുപോവാം, അല്ലെങ്കിൽ അതിനെ വീണ്ടും അതിനെ അത് വീണ്ടും ചെക്ക് ചെയ്യുന്നൊരു രൂപം ഉണ്ടായിരുന്നു. എന്താണ് ഒരു ഇല്ലില്ല, ആദ്യം നമ്മളതിനെ ചെക്ക് ചെയ്യലില്ല. ഒന്നാമത്തെ കാര്യം വൈശാഖൻ തമ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളി ആദ്യം തന്നെ പറയും നമ്മളത് എളിമയായിട്ടാണ് ആദ്യം കാണുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 16 വർഷമായിട്ട് എയർ കണ്ടീഷനിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു AC വെക്കണം, എന്ത് വെക്കണം എന്ന് ചോദിക്കാമെന്ന് വിചാരിക്കാം. ഞാനൊരു എയർ കണ്ടീഷൻ കോൺട്രാക്ടിങ് എൻ്റെ ഉണ്ട്. എൻ്റെ ഒരു മെഷീൻ ഉണ്ട്. ഇപ്പോൾ കാസറ്റ് AC എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുകളിൽ വെക്കുന്ന ടൈപ്പ് AC കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ AC ആണ് എൻ്റെ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഇവിടെ ശരിക്ക് വേറെ ഡക്റ്റഡ് ടൈപ്പ് AC ആണ് ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ എന്ന് വിചാരിക്കാം. എനിക്ക് കാസറ്റ് AC വിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങണം ഇങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ. അതായത് ഒരു 16 വർഷമായിട്ട് ഞാൻ എയർ കണ്ടീഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. സാംസങ്, ജനറൽ, അങ്ങനെ വലിയ വലിയ കമ്പനികൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. മസ്കറ്റിൽ സാംസങ്, LG തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് പൂർണ്ണമായിട്ട് എല്ലാത്തിനും പറ്റി അറിവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയില്ല എന്ന് പറയും. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ കാസറ്റ് AC ആണ്. കാരണം മറ്റേ AC പോലെയല്ല. മറ്റേത് ഇങ്ങനെ ഉള്ളിലിരിക്കും, ഇതാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിങ്ങനെ മറ്റേ ഡ്രെയിൻ എടുത്തിട്ട് പോകാൻ മറ്റേ പമ്പുണ്ട്, പമ്പ് വെച്ചിട്ട് പുറത്തേക്ക് കയറും. അപ്പോൾ നിങ്ങൾ എന്തായിട്ടാണ് കാണുന്നത്? എൻ്റെ എളിമയായിട്ടല്ലേ നിങ്ങൾ ആദ്യം കാണുന്നത് അല്ലേ? ഞാൻ എളിമയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറയും, എനിക്കിതിനുള്ള അതോറിറ്റി ഉണ്ട്. അപ്പോൾ ഇത് എളിമയല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം പിന്നീടാണ്. അപ്പോൾ ആദ്യം നോക്കുമ്പോൾ എന്താണ് ഇയാൾ പറയുന്നുണ്ട്, ഇയാൾക്ക് അറിയാവുന്ന ഇയാൾ പറയുള്ളൂ എന്ന് പറയണ്ടല്ലോ. ബേസിക്കലി നമ്മൾ ആളുകൾ പറ്റിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആളുകൾ എന്താണ് പറയുന്നത് അത് വിശ്വസിക്കും. മനസ്സിലായി? നമ്മൾ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ എന്തെങ്കിലും ഒളിച്ച് കിടത്തുന്നത് നമ്മൾ വിചാരിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്നോട് മുഖത്തോട് മുഖത്ത് നോക്കി ഒരു കാര്യം പറയണം, ഞാൻ വിചാരിക്കുന്നത് ശരിയാണെന്നാണ്. നമ്മൾ ഒരു മനുഷ്യൻ ഫസ്റ്റ് എടുക്കുന്നത് അത് ശരിയാണെന്നായിരിക്കും എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോയിട്ടൊന്ന് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ സ്വന്തമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു കടയിൽ ചെന്നൊരു കാര്യം എടുക്കാൻ വിചാരിച്ചാൽ ആദ്യം അവിടെ ചെന്ന് കേട്ടിട്ട് തിരിച്ച് വന്നിട്ട് രണ്ടാമത്തെ തവണ പോയിട്ട് അത് എടുക്കാവുള്ളൂ എന്ന് പറയും. കാരണം വെച്ചാൽ നമ്മളവിടെ നമ്മൾ കാണാത്ത കുറേ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ ഇങ്ങനെയാണ് പുള്ളി ഒരു വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, പുള്ളിക്ക് അറിയാത്ത കാര്യങ്ങൾ പുള്ളി അറിയില്ല എന്ന് പറയുമല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ പോയി ചെക്ക് ചെയ്യണം? കാരണം നമ്മൾ അങ്ങനെ കാണുന്ന പുള്ളിനെ നമ്മളൊരു
അന്നും ഇന്നും പുള്ളിയുടെ ഒരു റെസ്പെക്റ്റഡ് ഫിഗറാണ് പുള്ളി. അങ്ങനെ കാരണം വെച്ചാൽ അനാവശ്യ വർത്തമാനങ്ങളില്ല, മതങ്ങളെ കുറ്റം പറയുന്നില്ല, ആരെയും കുറ്റം പറയുന്നില്ല. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ നിങ്ങളൊരു വീഡിയോ ഇട്ടുണ്ടായില്ലേ, മറ്റേ കന്യക ഗർഭം ധരിച്ചത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടൊരു പള്ളിയിൽ വന്നിട്ടൊരു പുള്ളി അലമ്പുണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോയുടെ റെസ്പോൺസായിട്ട് നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യാന്ന് വിചാരിക്കുക. നിങ്ങൾ കന്യക ഗർഭം ധരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബൈബിളിൻ്റെയും ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ കന്യക ഗർഭം ധരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കുക. ക്രിസ്ത്യൻസും മുസ്ലിംസും വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഒരു എത്തിയസ്റ്റിക് കമ്മ്യൂണിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സി രവീന്ദ്രനാണെങ്കിൽ കന്യക ഗർഭം ധരിക്കുന്നു, ഇതെന്താണ് ബയോളജിക്കലി ഇത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ബയോളജി ഒന്നും ഇവരുടെ വിഷയമല്ല. അവരുടെ മറ്റേ മതപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാരി പോട്ടർ, മറ്റേ മായാവി ഡിങ്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഇതിലായിരിക്കും. അതേസമയം ഇപ്പോൾ വിശ്വനാഥൻ ഡോക്ടർ ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. ബയോളജിക്കലി അത് പോസിബിൾ അല്ല. പക്ഷേ മതങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് അറിയേണ്ട കാര്യം. നമ്മൾ സയൻസ് ഈസ് ദ ഒൺലി വേ ഓഫ് നോളജ്. അതാണ് പുള്ളിയുടെ മെയിൻ സംഭവം. അങ്ങനെ ആ റേഞ്ചിലായിരിക്കും പോകുന്നത്. ബാക്കിയുള്ള ഈ കച്ചറ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിമോശമായിട്ട് ആ ലെവലിലേക്കായിരിക്കും അതിനെ കൊണ്ടുപോകുന്നത്. പക്ഷെ വൈശാഖ് തമ്പിയുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ വൈശാഖ് തമ്പി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അതിനെപ്പറ്റി സംസാരിക്കണം. ആ സമയത്ത് പുള്ളി അതിനെപ്പറ്റി സംസാരിക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് പുള്ളി ഒരു വീഡിയോ ഇടും, ഗർഭത്തിൻ്റെ ശാസ്ത്രം എന്നായിരിക്കും വീഡിയോയുടെ പേര്. വീഡിയോ തുടങ്ങുന്നത് നമുക്കിന്ന് ഗർഭത്തെ പറ്റി സംസാരിക്കാം. ഗർഭം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം ഗർഭം ധരിച്ചിട്ടാണ് നമ്മളെല്ലാവരും ജനിച്ചതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തുടങ്ങും. എന്നിട്ട് അതിൻ്റെ ഇൻഡെപ്ത് സയൻറ്റിഫിക് ഡീറ്റെയിൽ പറയും. അതായത് നമ്മളത് ക്ലിയർ ആയിരിക്കും. അതായത് ഒരു ഭ്രൂണം ഉണ്ടാവുന്ന എങ്ങനെ, ഇത് അങ്ങനെ പോവും. അപ്പോൾ നമ്മൾ അത്രയും ക്ലിയർ കട്ട് ഇങ്ങനെ വരുന്നു, പ്രസവത്തിൻ്റെ സമയത്ത് ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ടാവാം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകും. അതുകൊണ്ട് പുള്ളി പറയും, ഇനി നമ്മൾ ഇന്നത്തെ ശാസ്ത്രം പുരോഗമിച്ച ഈ ടെക്നോളജിയുടെ കാലത്ത് നമുക്കൊരു വിവാഹബന്ധത്തിലൂടെ അല്ലാതെ തന്നെ കുട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലൈംഗികബന്ധത്തിലൂടെ അല്ലാതെ തന്നെ കുട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇവർക്ക് രണ്ടുപേരുടെയും വേണമെങ്കിൽ നമുക്കിത് സങ്കല്പിച്ച് മൂന്നാമതൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാടക ഗർഭം എടുത്ത് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനെ പറ്റിയിട്ട് പുള്ളി കുറച്ചു നേരം പറയും. അപ്പോൾ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കും. നമ്മൾ മറ്റത് മറന്ന് നമ്മൾ ഗർഭത്തിന് ശാസ്ത്രം കേട്ടോണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പറയും, ഇനി പുരുഷനില്ലാതെ തന്നെ സംഭവിക്കാം, കാരണം ശീതീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ബീജം ഉപയോഗിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കി നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ ഒരു 30 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ 28 മിനിറ്റ് ഒരു ഇത് ഇങ്ങനെ പറഞ്ഞ് ശാസ്ത്രീയമായി നമ്മൾ അങ്ങോട്ട് ഇരുന്നുണ്ട്. എന്നാൽ മതവിശ്വാസികളെല്ലാം വിശ്വസിക്കുന്ന പോലെ പുരുഷനുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒരു ഗർഭം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയമായി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും പുള്ളി അവസാനിപ്പിക്കണം. സംഭവം പുള്ളിയുടെ ഉദ്ദേശം എന്തായിരുന്നു ആദ്യം. പക്ഷെ നമ്മളത് അറിയുന്നില്ല, നമ്മുടെ പുള്ളിയുടെ ഉദ്ദേശം ഇതാണെന്നുള്ള കാര്യം പുള്ളിക്ക് അറിയുന്നില്ല. ഇനി ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഇപ്പം നിങ്ങളൊരു ഏത്തിസ്റ്റാന്ന് വിചാരിക്കാം, ഒരു ഭൗതികവാദിയാന്ന് വിചാരിക്കാം. നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്തായിരിക്കും? നിങ്ങൾക്ക് ഒരു പ്രധാന പോയിന്റ് എന്തായിരിക്കും? നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുള്ള ഒരെണ്ണം എന്തായിരിക്കും? നമുക്കൊരു പ്രപഞ്ചത്തിന്റെ തുടക്കം മീൻസ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെ ഉണ്ടായി? നല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ദർ ഈസ് സംതിങ് ഫ്രം നത്തിങ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലായിടത്തും ഈ ചർച്ച നടക്കുന്നത്. അപ്പോൾ ഇതവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാരണം. സാധാരണക്കാരായ മനുഷ്യന്മാർ ഇപ്പോൾ നമ്മളൊക്കെ ഈ ചർച്ച ചെയ്യുന്നു, പല കാര്യങ്ങളും ഉണ്ടാക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു. ഇതൊന്നുമല്ല. അപ്പം സാധാരണ ഇപ്പോൾ നമ്മുടെ ഒരു വലിയ കാര്യം വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വയസ്സായിരിക്ക വിശ്വസിക്കുന്ന ഇതൊക്കെ അങ്ങനെ വെറുതെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് സത്യത്തിലൊരു ദൈവവിശ്വാസി എന്നുള്ള നിലക്ക് പുള്ളിക്ക് അത് മതി, ആലോചിക്കും മതി. അപ്പം ഇതിനെ പുള്ളി അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് പുള്ളിയുടെ. ഇന്ന് യൂട്യൂബിൽ ഞാൻ അതിനെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇതുവരെ കണക്ട് ചെയ്ത് ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ ആളുകൾ യൂട്യൂബിൽ കണ്ടേക്കുന്ന വൈശാഖ് തമ്പിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാളിപ്പോയ പരികല്പന എന്ന് പറഞ്ഞ വീഡിയോ ആണ്. അത് എസൻസ് ഗ്ലോബലിൻ്റെ ചാനലിലുള്ളതാണ്, അവരുടെ ന്യൂറോൺസ് ചാനലിലുള്ളതാണ്. ന്യൂറോൺസ് ചാനലിൽ ഇപ്പോഴും പോപ്പുലറിൽ പോയി കഴിഞ്ഞാൽ, ന്യൂറോൺസ് ചാനൽ ഇത്രയും വലിയ ചാനലാണ്, രവിചന്ദ്രൻ സി എല്ലാവരും ഉണ്ട്. പക്ഷേ അതിലിപ്പോഴും നിങ്ങൾ പോപ്പുലർ അടിച്ചാൽ ആദ്യം വരുന്നതൊക്കെ ഞാൻ എന്തെങ്കിലും മതം വിട്ടു ആ സംഭവങ്ങളാണ്. അതായത് ജാമിത അതായത് സെൻസിറ്റീവ് ഇഷ്യൂ ആകുമ്പോൾ ആൾക്കാർ വെറുതെ കയറി കാണുമല്ലോ. അത് കഴിഞ്ഞാൽ ആദ്യം ഇപ്പോഴും ടോപ്പിക് കിടക്കുന്നത് വൈശാഖ് തമ്പിയുടെ പാളിപ്പോയ പരികല്പനയാണ്. ഇതിൽ പുള്ളി ഒരു സെക്ഷൻ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാ അറിയോ? ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പണ്ട് കാണുമ്പോൾ ഇയാളൊരു ഇത് പുള്ളി പറഞ്ഞങ്ങോട്ട് പോകും 1.5 മണിക്കൂറുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാളൊരു സൂപ്പറാണല്ലോ, ഇതെങ്ങനെ ഇത് സയൻസ് നമുക്കറിയാം. നമ്മൾ സയൻസ് പഠിച്ചിട്ടുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മൾ പുള്ളിനെ കാണുന്നത് എന്താണ്? പുള്ളി ഉദ്ദേശിക്കുന്നത് ഞാൻ ഇപ്പം പുള്ളിയെ പറ്റി പറയുന്നത് പുള്ളി ഒരു സയൻസ് പൗരോഹിത്യമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇതിലേക്ക് ഇപ്പോൾ തിരിച്ചു വരാം. ഒരു വിഷയം സംസാരിക്കുമ്പോഴും, ഇപ്പോൾ സയൻസിൻ്റെ എസ്പെഷ്യലി സയൻസിലൊരു വിഷയം സംസാരിക്കുമ്പോഴും, ഈവൻ മതപരമായിട്ടൊരു വിഷയം സംസാരിക്കുമ്പോഴും നമുക്ക് അതിലൊരു തെളിവ് വെക്കണം, അല്ലേ? നമ്മൾ പറയും ഇന്ന സംഭവമാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ വിശ്വനാഥൻ ഡോക്ടറിൻ്റെ വീഡിയോ ആണ്. പുള്ളിയുടെ എനിക്ക് വളരെ താല്പര്യമുള്ളൊരു മനുഷ്യന്മാരിൽ ഒരാളാണ്. പക്ഷേ പുള്ളിയുടെ വ്യൂസ് കുറവായിരിക്കും. കാരണം പുള്ളി സംസാരിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? അക്കാഡമിക്കലി ആയിരിക്കും. ഞാൻ സംസാരിക്കാൻ പോകുന്നത്
ഇന്ന ഒരു ഹൈപ്പോത്തിസിനെ പറ്റിയാണ് എന്നൊക്കെ പറഞ്ഞായിരിക്കും പുള്ളി സംസാരിക്കുന്നത്. ഇപ്പോൾ അറ്റൻഷൻ സ്കീമ തിയറി, ഗ്രാഷിയാനോടെ അറ്റൻഷൻ സ്കീമ തിയറിയാണ് നമ്മൾ ഭൗതികവാദികൾക്ക് പറ്റിയ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത്. ഇവർ സംസാരിക്കുന്നത് അങ്ങനെയല്ല. ഇവർ ആ ഒരു റെഫറൻസ് ഇട്ടില്ല. ഇവർ സംസാരിച്ചു തുടങ്ങുന്നത് ഞാനീ പറഞ്ഞ 14 വർഷത്തെ ഞാൻ സയൻസ് അധ്യാപകനാണ്, ഇതൊക്കെ പറഞ്ഞിങ്ങനെ വന്നിട്ട് പുള്ളി സംസാരിച്ചു തുടങ്ങുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാവുന്നത് തെളിയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ അതിൽ ആദ്യം പുള്ളി പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഇതെങ്ങനെയാണ് ഈ ഇത്തരം സാധനങ്ങളൊക്കെ കൂടി ഉണ്ടല്ലോ, ഇത് എവിടെ നിന്നുണ്ടായി? അപ്പോൾ നമ്മളിത് കേൾക്കണം, നമ്മളൊരു മതവിശ്വാസിയായിട്ട് കേൾക്കണമെന്ന് വിചാരിക്കണേ. അപ്പോൾ എവിടെ നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ വെറുതെ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ എന്തോ ഒരു കാരണമുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഈ ഐൻസ്റ്റീൻ്റെ വരവോടുകൂടി E=mc² വരവോടുകൂടി എനർജിയിൽ നിന്ന് മാറ്റർ ഉണ്ടാവും. എനർജിയിൽ നിന്ന് മാറ്റർ ഉണ്ടാവും എന്നുള്ള മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും മാറ്റർ ഉണ്ടാവാൻ വേറെ എന്തെങ്കിലും വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, സയൻറ്റിഫിക്കലി അതിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ അത് കറക്റ്റാണ്. അതായത് എനർജിയിൽ നിന്ന് മാസ് ഉണ്ടാവും, അപ്പോൾ കറക്റ്റാണ്. പക്ഷെ സത്യത്തിൽ ഐൻസ്റ്റീൻ്റെ വരവിന് ശേഷം എനർജിയിൽ നിന്ന് മാസ് ഉണ്ടാവുന്നതല്ല സത്യത്തിൽ. അതെന്തിനാ വെച്ചാൽ അതൊരു ഡ്രമാറ്റിക് ആക്കണതാണ്. ശരിക്കും മാസ് എന്ന് പറഞ്ഞാൽ എനർജിയുടെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. അല്ലാതെ അത് എനർജിയിൽ നിന്ന് മാസ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ മാറ്റർ ഉണ്ടാവുന്നു എന്ന് വേണമെങ്കിൽ ഓഫ് കോഴ്സ് പറയാം. പക്ഷെ മാസ് ഉണ്ടാവുന്നു, മാസിൽ നിന്ന് എനർജി, അങ്ങനെയല്ല സത്യത്തിൽ അതിനെ ചെയ്യുന്നു. ഓക്കെ, അത് പക്ക പെർഫെക്റ്റ് ആണ്. അതിനുശേഷം അപ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പം ഞാൻ മതവിശ്വാസമായിട്ട് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും പക്ഷെ അപ്പോൾ എനർജിയോ അതേ ചോദ്യം പുള്ളി അടുത്ത് ചോദിക്കും, അപ്പോൾ എനർജിയോ എന്ന് നിങ്ങൾ, അപ്പോൾ എനർജി എവിടെ നിന്നുണ്ടായെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും വരും. അപ്പോൾ പുള്ളി പറയും, അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം എനർജി കണക്കൂട്ടിയെടുക്കണം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പോകണം. സത്യത്തിൽ പുള്ളി പറഞ്ഞു വരുന്നത് സീറോ എനർജി യൂണിവേഴ്സ് ഹൈപ്പോത്തിസിസ് ആണ്. പക്ഷെ പുള്ളി അത് പറയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, അത് ഈ മറ്റേ പൗരോഹിത്യമാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ പറയാൻ കാര്യം അതാണ്. പുള്ളി ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇത് നമ്മൾ മൊത്തത്തിൽ കണക്കൂട്ടി കഴിഞ്ഞാൽ, അതായത് ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടെങ്കിൽ, ഒരു ഹൈപ്പോത്തിസിസ് വാലിഡായിട്ട് അക്കാഡമിക്കലി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഹൈപ്പോത്തിസിസ് ആയിട്ടെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും, ഇല്ലേ? അതിനെപ്പറ്റി എനിക്ക് പറഞ്ഞാൽ ആർക്കും കൺവിൻസ് ആവുന്ന രീതിയിൽ പറയുന്ന 1-2 പോയിന്റുകളായിരിക്കും അതിലൊന്നും കണക്കൂട്ടാനില്ലാത്തത്. ബാക്കി എല്ലാം പ്രോപ്പർ ആയിരിക്കണം. അപ്പോൾ ഞാൻ അതിനെടുത്തിട്ട് വിശദീകരിച്ചാൽ എനിക്ക് നല്ല ഭംഗിയായിട്ട് വിശദീകരിക്കാൻ പറ്റും. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അല്ലെങ്കിൽ ഇതിപ്പം നമ്മൾ എങ്ങനെ ഭൂമിയിൽ ജീവൻ വന്നു എന്നുള്ളതിന് ഒരുപാട് തിയറീസ് ഉണ്ട്. അതിൽ പെട്ട ഒരു തിയറിയാണ് പാൻസ്പെർമിയ തിയറി. അപ്പോൾ പാൻസ്പെർമിയ തിയറി എന്ത് ചെയ്യാൻ പറ്റും? ഇന്നും ശാസ്ത്രജ്ഞന്മാർ പല ആളുകളും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നൊരു വ്യൂ ആണ് പാൻസ്പെർമിയ തിയറി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ഭൂമിയിൽ എങ്ങനെ ജീവൻ വന്നു എന്നുള്ളത് പിന്നെ ഇവിടെ വിശദീകരിക്കപ്പെടുക, അല്ലെങ്കിൽ അത് വലിയൊരു ചോദ്യമാണ്. എന്നാൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ മീറ്റിയോസ് വന്നിട്ടുണ്ട്. അതിലുള്ള അവിടുന്ന് വേറെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ്. കാരണം ഭൂമിയിലുള്ള പിന്നെ എലമെന്റ്സും ജീവനിൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ സെൽസിൽ നമ്മൾ കാണുന്ന എലമെന്റ്സും തമ്മിൽ തട്ടിച്ച് നോക്കിയാൽ അവിടെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ അവരുടെ എക്സ്പ്ലനേഷൻ ആണത്. ആ എക്സ്പ്ലനേഷൻ വളരെ എന്ത് ചെയ്യാൻ പറ്റും? വളരെ നല്ല രൂപത്തിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അത് മാത്രമാണ് ഇതിന്റെ ഒരു വാലിഡ് ആയ തിയറി എന്നുള്ള രൂപത്തിലും എനിക്ക് പറയാൻ പറ്റും. പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഞാനൊരു എനിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തൊരു മനുഷ്യൻ. നമ്മളിപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മളെ പറ്റിക്കാൻ നോക്കാൻ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളത് ശരിയാണെന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. അപ്പോൾ അതുപോലെ പുള്ളി ഹൈപ്പോത്തിസിസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നിട്ട് പുള്ളി ഇത് മൊത്തത്തിൽ എന്താ ചെയ്യും? അപ്പോൾ യൂണിവേഴ്സിൻ്റെ ടോട്ടൽ എനർജി എത്രയെന്ന് കണക്കൂട്ടിയാൽ വരുന്ന ഒരു നമ്പർ വളരെ ഇൻട്രസ്റ്റിംഗ് നമ്പറാണ്. നമ്പർ ഈസ് സീറോ എനർജിയാണുള്ളത്. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മളെവിടെ നിന്നാണ് നമ്മൾ വിശ്വാസമായിട്ട് കേട്ടുകൊണ്ടിരിക്കണേ സീറോ എനർജി. അപ്പോൾ നമ്മൾ ആ സീറോ എനർജി അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ സീറോ എനർജി ആയിക്കോട്ടെ, എന്നാലും എന്തെങ്കിലും ഒരു ഇനീഷ്യേഷൻ വേണമല്ലോ. വെറുതെ അങ്ങോട്ട് സീറോ എനർജി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സീറോ എനർജിയിൽ നിന്ന് എല്ലാം ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് അടുത്ത പോയിന്റ്. അപ്പോൾ സീറോ എനർജിയിൽ നിന്ന് ഇതെങ്ങനെ ഉണ്ടായെന്നാണ് നമുക്ക് അടുത്തൊരു സംശയം വരാം. സ്വാഭാവികമായിട്ടും ഇതിനൊരു തുടക്കം വേണമല്ലോ, എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ എന്നിട്ട് പുള്ളി പറയും എല്ലാത്തിനും ഒരു കാരണം വേണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇതുള്ളതാണ്, ഇത് പാളിപ്പോയി പരികല്പന എന്നുകൊണ്ട് സെർച്ച് ചെയ്ത് കാണാം. ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ആചാര്യൻ എന്താണ്? ആചാര്യൻ വെറുതെ എവിടെയെങ്കിലും മൂലൊക്കെ പോയിരുന്നിട്ട് ശ്വാസം വലിക്കും വിടും, എന്നിട്ട് പറയും എല്ലാത്തിനും ഒരു കാരണം ഉണ്ടെന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ ആചാര്യം പറഞ്ഞാണ്, സയൻസുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്നിട്ട് പുള്ളി പറയുന്നത് എന്നാൽ ഇന്നത്തെ സയൻസ് എടുക്കൂ, ഇന്നത്തെ സയൻസിൻ്റെ ക്വാണ്ടം മെക്കാനിക്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റി, അങ്ങനെ റേഡിയോ ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡീക്കേ എന്ന് പറഞ്ഞാൽ നമുക്ക്, അതായത് ഒരു പർട്ടിക്കുലർ റേഡിയോ ആക്റ്റീവായിട്ട് മെറ്റീരിയൽ വെച്ചാൽ ഇത് ഡീക്കേ ആയിപ്പോവും. അതായത് അതിനൊരു ഹാഫ് ലൈഫ്, ഇത്ര വർഷം കഴിഞ്ഞാൽ ഹാഫ് ലൈഫ് ഉണ്ടാവും. അപ്പോൾ ആ മെറ്റീരിയൽ മാറ്റി വെക്കാം. നമ്മളൊരു പർട്ടിക്കുലർ ഒരു 2 ആറ്റം മാത്രം എടുത്തെന്ന് വിചാരിക്കാം. 2 ആറ്റം എടുത്ത്, അപ്പോൾ ഇതിലൊരു ആറ്റം അല്ലെങ്കിൽ രണ്ടിലൊരു ആറ്റം എന്തായാലും ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഡീക്കേ ആവും. പക്ഷേ ഇതിൽ ഏത് ആറ്റം പോകുന്നത് നമുക്ക് അറിയാൻ പാടില്ല. ഓക്കെ, ഏത് ആറ്റവും നമുക്ക് അറിയാൻ പാടില്ല. അതിന് കാരണമില്ല. അങ്ങനെ ഇതിൽ ഏത് ആറ്റമാണ് ഡീക്കേ ചെയ്യുന്നതിന് കാരണമില്ല. അപ്പോൾ കാരണമില്ലാതെ ലോകത്ത് പലതും സംഭവിക്കുന്നുണ്ട്. മനസ്സിലാവും. അപ്പോൾ ഈ ഒന്നാമത് ക്വാണ്ടം മെക്കാനിക്സ്
സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പോയിരിക്കും. നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി ഒരു ധാരണയില്ല. ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി നമ്മൾ പുറത്ത് അന്വേഷിച്ചാൽ തന്നെ എന്തോ മാജിക് വേൾഡിനെ പറ്റിയാണ് എന്തോ ഒരു സംഭവം എന്നാണ് ആര് പറഞ്ഞേക്കണേ, ഇയാൾ തന്നെ പഠിപ്പിച്ചേക്കണേ. ഈ പുള്ളി തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കാൻ പറ്റില്ല എന്ന്. ഞാൻ അതിലേക്ക് വരാം, ക്വാണ്ടം മെക്കാനിക്സിലേക്ക് തിരിച്ചു വരാം. ഇപ്പം ഇത് ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു ഞാൻ ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടി പറയണം, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയണം. ചിലപ്പോൾ ഇതിലും തെറ്റുണ്ടാവും. ഞാൻ മറ്റേ സയൻസിൻ്റെ പുരോഹിതനല്ല, പക്ഷെ ഞാൻ പറയണം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയണം. കുറച്ച് സ്ഥലത്ത് കുറേ പ്രതിമകളുണ്ടെന്ന് വിചാരിക്കാം. ഒരു 10-200 പ്രതിമകളുണ്ട്. അതിൽ 5 പ്രത്യേകതയുണ്ട്. ഈ 5 പ്രതിമകൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ആ പ്രതിമകൾ അത്ര സ്റ്റേബിൾ അല്ല. അപ്പോൾ പ്രതിമകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രതിമ നമ്മളൊക്കെ ചിരിക്കും. ഈ 5 5 ജോഡിയുണ്ട്, അതിൻ്റെ അപ്പുറം ഒരു ജോഡി ഇരിപ്പുണ്ട് ഇതേ പ്രതിമ. നമ്മൾ ഈ നോക്കുന്ന സമയത്ത് ഈ പ്രതിമ നമ്മളൊക്കെ ചിരിക്കുകയാണെങ്കിൽ മറ്റേ പ്രതിമ കരയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്, ഇത് ചിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഉച്ചക്ക് 12 മണിക്ക് ചിരിക്കും, 1 മണിക്ക് കരയും, അങ്ങനെ ആയിരിക്കാം. ഇത് കരഞ്ഞാൽ അത് ചിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കി. ഈ പ്രതിമകൾ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് പറയാം. ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രതിമയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇക്വേഷൻ ബേസ് ചെയ്താണ്. നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഔട്ട്കം വരും എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ആയിട്ട് അതിൻ്റെ ഒരു ചിരിക്കുക കരയുകയോ ചെയ്യും. പിന്നെ നമുക്കറിയാത്ത എന്തുകൊണ്ടാണ് ഇതെന്തിനാണ് ചിരിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ചിരിക്കോ കരയോ എന്ന് നമുക്കറിയില്ല. ഓക്കെ, പക്ഷേ ഇത് ഒന്നില്ലെങ്കിൽ ചിരിക്കോ അല്ലെങ്കിൽ കരയോ എന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ്. അതായത് ആ വേവ് ഫംഗ്ഷൻ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അത് കാരണം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, കാരണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ ലോ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ലോ വെച്ച് ഇവിടെ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഉണ്ടാക്കേണ്ട, കമ്പ്യൂട്ടർ ഉണ്ടാക്കേണ്ട, എല്ലാം ഉണ്ട്. ഓക്കെ, ഈ ലോ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ കൊളാപ്സ് ആവുന്നുണ്ട്, നമുക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട്. റിസൾട്ട് കിട്ടുന്ന ഔട്ട്കം പക്ഷേ പ്രോബബിലിസ്റ്റിക് ആണ്. ആ പ്രതിമയുടെ എക്സ്പ്രഷൻ ആണ് നമ്മുടെ ഔട്ട്കം പ്രോബബിലിസ്റ്റിക് ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഇതാണ് സംഭവിക്കുന്നത്. ഇത്രേ ഉള്ളൂ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് എന്നാൽ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇത് എന്തിനാണ് ചിരിക്കുന്നത് അല്ലെങ്കിൽ കരയുന്നത് എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ പണ്ട് നമ്മുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഇത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വയറുണ്ടാവും, ഈ വയർ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ആ സമയത്ത് ഇന്ന ഒരു പർട്ടിക്കുലർ വെയിലടിക്കുന്ന സമയത്ത് ചിരിക്കും, അങ്ങനെ വല്ലതും ആയിരിക്കാം. പക്ഷേ ഒരു ഇന്റർപ്രിട്ടേഷൻ, കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഇന്റർപ്രിട്ടേഷൻ ആണ്. അതിനെയാണ് സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ടെക്സ്റ്റ് ബുക്ക് നോളജ് ആയിട്ട് പഠിപ്പിക്കുന്ന ഇന്റർപ്രിട്ടേഷൻ കോപ്പൻഹേഗൻ ആണ്. കോപ്പൻഹേഗൻ പറയുന്നത് ഈ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ആവുന്നു, ഈ പ്രതിമ ചിരിക്കുന്നു, അത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഔട്ട്കം തൊട്ട് നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. നമ്മൾ എന്തിനാണ് അതിന് മുമ്പ് എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ട കാര്യമില്ല. അത് ഇവരുടെ ഒരു ഇന്റർപ്രിട്ടേഷനാണ്. അപ്പോൾ അളക്കുന്നതിന് മുമ്പോ വേവ് ഫംഗ്ഷൻ പ്രകാരം അത് ഒരേ സമയം ചിരിക്കുകയും കരയുകയും ചെയ്യണം ഈ പ്രതിമ. അത് ഇവർ പറയുന്ന ഇവർക്ക് സത്യത്തിൽ എന്തില്ല, ഇതിന് മുമ്പ് എന്ത് ചെയ്യാണെന്നുള്ള വിഷയമില്ല. ഓക്കെ, അപ്പോൾ അപ്പുറത്ത് എന്താണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇതാണ് കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ. ഇനി മൾട്ടി വേൾഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഈ ഇന്റർപ്രിട്ടേഷൻ എന്താ പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രതിമയിലേക്ക് നോക്കുന്ന സമയത്ത് ഈ യൂണിവേഴ്സിലെ റിയാലിറ്റി 2ആയിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. ഒരു റിയാലിറ്റിയിൽ പ്രതിമ ചിരിക്കുന്നു, ഒരു റിയാലിറ്റിയിൽ പ്രതിമ കരയുന്നു. അതിൽ ഏതെങ്കിലും ഒരു റിയാലിറ്റിയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതൊരു ഇന്റർപ്രിട്ടേഷനാണ്, സയൻസ് അല്ല. കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷനാണ്, സയൻസ് അല്ല. ഇനി പൈലറ്റ് വേവ് ഇന്റർപ്രിട്ടേഷൻ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഈ ഇന്റർപ്രിട്ടേഷൻ പറയുന്നത് വെച്ചാൽ നോൺ ലോക്കലായിട്ടൊരു വേവ് ഉണ്ട്. നോൺ ലോക്കലിലേക്ക് വന്നതിന് മുമ്പ് ഇതിൽ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രതിമ ചിരിക്കുമ്പോൾ മറ്റേ പ്രതിമ കരയുന്നുണ്ട് അപ്പുറം. ഇവർ തമ്മിൽ എന്താ കണക്ഷൻ? ഇവൻ ചിരിക്കുമ്പോൾ ആ പ്രതിമ കരയണമല്ലോ, ഇവർ തമ്മിൽ ജോഡിയാണ്. ഇതാണ് എൻഡാങ്കിൾമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ബേസിക്കലി അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയാം, എക്സാക്ട് ഉദാഹരണമല്ല, എന്നാലും ഞാൻ മനസ്സിലാൻ വേണ്ടി പറയുന്നത്. ഈ പ്രതിമയും മറ്റേ പ്രതിമയും തമ്മിൽ എത്ര കിലോമീറ്ററോളം ദൂരെ ആയിക്കോട്ടെ, ഒരു പ്രതിമ ഇവിടെ ഇരിക്കുന്ന, ഒരു പ്രതിമ അമേരിക്കയിൽ ഇരിക്കുന്നു. ഈ പ്രതിമ കരഞ്ഞാൽ അവിടെ ചിരിക്കും, ഇവിടെ ചിരിച്ചാൽ അത് കരയും. മനസ്സിലാണ്ട്? അപ്പോൾ പണ്ട് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഐൻസ്റ്റീൻ്റെ കാലഘട്ടത്തിൽ ഈവൻ ഷ്രോഡിംഗറിനെ പോലെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഐൻസ്റ്റീൻ പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു ഹിഡൻ വേരിയബിൾ ഉണ്ട്. ഈ പ്രതിമ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവരമ്മിൽ എന്തോ ഒരു ഹിഡൻ വേരിയബിൾ തിയറി, ലോക്കൽ ഹിഡൻ വേരിയബിൾ, ലൊക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു ഹിഡൻ വേരിയബിൾ ഉണ്ടെന്നാണ് ഐൻസ്റ്റീൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇത് നടക്കില്ല, അങ്ങനെ പറ്റില്ലല്ലോ. കാരണം ഇവിടെ ഞാൻ നോക്കുമ്പോൾ ആണ് ചിരിക്കുന്നത്, അതിന് മുമ്പ് എന്താണെന്നുള്ളത് തീരുമാനമായിട്ടില്ല. അപ്പോൾ അപ്പുറം സൈഡിലേക്ക് അറിയാമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്, എൻഡാങ്കിൾമെന്റിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഈ പ്രതിമനെ പറ്റി പറഞ്ഞെന്ന് വിചാരിക്കാം. അപ്പോൾ അത് അങ്ങനെ ഒരു വലിയൊരു വ്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഐൻസ്റ്റീൻ പറഞ്ഞില്ല അങ്ങനെ പറ്റില്ല. കാരണം വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഒരു സ്പൂക്കി ആക്ഷൻ അറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയും. അതായത് എന്തോ ഒരു ഭൂതം പ്രവർത്തിക്കുന്ന പോലെയാണോ ഇത് പ്രവർത്തിക്കുന്നത്, അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള നിലക്കാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ വ്യത്യസ്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ബെൽ ഇനിക്വാലിറ്റി തിയറം എന്ന് പറയുന്ന തിയറം ഉണ്ട്. അപ്പോൾ ഈ ബെൽ ഇനിക്വാലിറ്റി, കാരണം ഇത് പിന്നീട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പോയാൽ നമുക്ക് എക്സാക്ട് ക്ലിയർ ആവും. അപ്പോൾ അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും.
അപ്പോൾ ബെൽ ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം പുള്ളി പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ എല്ലാ എക്സാക്ട് ഇങ്ങനെ ആയിരിക്കണമെന്നില്ല വേഡിങ്, ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനോ ലോക്കൽ റിയലിസം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് ലോക്കൽ റിയലിസം രണ്ടും കൂടി, ലൊക്കാലിറ്റിയും റിയലിസവും കൂടി ഒരുമിച്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയറി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് ഈ ബെൽ ഇനിക്വാളിറ്റി തിയറം പറയുന്നത്. അപ്പോൾ ഈ ഇനിക്വാളിറ്റി ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോക്കൽ റിയലിസം, ക്വാണ്ടം മെക്കാനിക്സിൽ ലോക്കൽ റിയലിസം കട്ട് ചെയ്യുന്നുണ്ട്. ലോക്കൽ റിയലിസം എന്ന് വെച്ചാൽ ലൊക്കാലിറ്റി അല്ലെങ്കിൽ റിയലിസം. റിയലിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. റിയലിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരേ സമയം ഇലക്ട്രോൺ അവിടെയുണ്ട് ഇവിടെയുണ്ട്, മനസ്സിലുണ്ട്. ഒരേ സമയം ഇലക്ട്രോൺ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ അത് സംഭവമാണ് നമുക്കറിയില്ല. അപ്പോൾ റിയാലിറ്റിയിൽ നടക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്നതാണ് റിയലിസം എന്ന് വിചാരിക്കുക. ലൊക്കാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ലോക്കൽ കണക്ഷൻ വേണം. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ ഞാൻ ബാസിലിനെ പിടിച്ചിടിക്കുകയാണ്, ഇപ്പോൾ ഇടിച്ചതുകൊണ്ട് കരയുന്നു, പക്ഷേ അടിച്ചതിനൊരു കണക്ഷൻ ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ ഇരിക്കണമെങ്കിൽ എനിക്ക് അമേരിക്കയിൽ ഞാൻ ഇവിടെ നിന്ന് ഇടിച്ചെന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ എത്തില്ലല്ലോ. ഐ മീൻ ഞാനിവിടെ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ ചിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല. കാരണം പ്രകാശ വേഗതരം പോകുന്നതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പ്രകാശ വേഗതയാണ് മാക്സിമം ലിമിറ്റ്, ഒരു സാധനം പോകാനുള്ള ലിമിറ്റ്. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നൊരു സാധനം ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നൊരു എഫക്റ്റിന് എനിക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ലൊക്കാലിറ്റി ഉണ്ട്, എൻ്റെ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ എവിടെയെങ്കിലും നമ്മൾ കണക്ഷൻ ഉണ്ടായിരിക്കണം. അല്ലാതെ ചിലപ്പോൾ ഹിഡൻ ആയിരിക്കാം, നമുക്ക് അറിയില്ലായിരിക്കാം. അപ്പോൾ ഇതാണ് ഹിഡൻ വേരിയബിൾ തിയറി. അപ്പോൾ ഇതാണ് ഐൻസ്റ്റീൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായിരുന്നു. 2022 വരെ പ്രശ്നമായിരുന്നു. 2022 ഈ ബെൻ ഇക്വാളിറ്റിയുടെ ഇത് വയലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർ എംപിരിക്കലി പ്രൂവ് ചെയ്തു. മനസ്സിലുണ്ട്, എംപിരിക്കലി പ്രൂവ് ചെയ്ത ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അവർ എംപിരിക്കലി എന്ത് പ്രൂവ് ചെയ്തു? ക്വാണ്ടം മെക്കാനിക്സ് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, എന്നാൽ ഈ പറഞ്ഞ ഹിഡൻ വേരിയബിൾ ഇല്ല എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ തന്നെ ഇതിനെ ആളുകൾ എങ്ങനെ എടുത്തു വെച്ചാൽ റിയലിസം ഇല്ല എന്നാണ് ഇത് നമ്മൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ലോകം റിയൽ അല്ല എന്ന് തെളിയിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. 2022 നോബൽ സമ്മാനം കിട്ടിയത് ലോകം റിയൽ അല്ല എന്ന് തെളിയിച്ചതിനാണ്. ഈവൻ ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ചാനലുകൾ വരെ ഈ മിസ്റ്റേക്ക്, ഇത് ഈവൻ ഫിസിസ്റ്റുകളുടെ ഇടയിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് വേണമെങ്കിൽ പറയാം, അതായത് ലൊക്കാലിറ്റിയും റിയലിസവും കൂടി ഒന്നിച്ച് പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നില്ലെങ്കിൽ നോൺ ലോക്കലായിട്ടുള്ള എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ റിയലിസം ഒഴിവാക്കണം. അപ്പോൾ അതിൽ ഏത് ഇന്റർപ്രിട്ടേഷനുകൾ എടുത്താലും ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഒഴിവാക്കണം. മനസ്സിലായി? ഇത് ഈ പോയിന്റിലേക്ക് വരാനാണ് ഞാനിപ്പോൾ ഈ കഥ പറഞ്ഞത്. അപ്പോൾ ചില ഇന്റർപ്രിട്ടേഷനുകൾ എന്ത് ചെയ്യും? റിയലിസം ഒഴിവാക്കും. വേണ്ട, എനിക്കറിയണ്ട, ഞാൻ നോക്കുന്നതിന് മുമ്പ് ഈ പ്രതിമ ചിരിക്കുമായിരുന്നോ കരയുമായിരുന്നോ എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. മനസ്സിലുണ്ട്? അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ റിയലിസം ഒരേ സമയം, കാരണം വേവ് ഫംഗ്ഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ പ്രതിമ ഒരേ സമയം ചിരിക്കുകയും കരയുകയും ചെയ്യുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ. ആ സമയത്താണ് ഈ ഷ്രോഡിംഗർ ഇക്വേഷനാണ് നമ്മൾ ഈ പറഞ്ഞ വേവ് ഫംഗ്ഷനിലൊക്കെ ഷ്രോഡിംഗർ ഇക്വേഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ ഷ്രോഡിംഗറിന് കുറച്ച് കഴിഞ്ഞപ്പോഴും പുള്ളിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറഞ്ഞു അതെങ്ങനെ ശരിയാവണം, ഒരേ സമയം. അപ്പോൾ ഈ കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ പറയുന്നത് ശരിയല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്ന ഈ ഷ്രോഡിംഗർ ക്യാറ്റ് തോട്ട് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ട്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരേ സമയം പൂച്ച ചത്തും ജീവിച്ചിരിക്കുമോ എന്ന് പുള്ളി ചോദിക്കുന്നത്. ഇത് കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു തോട്ട് എക്സ്പെരിമെന്റ് വെച്ചതാണ്. അത് ശരിയല്ല എന്ന് കാണിക്കാനാണ് വെച്ചത്. ഓക്കെ, പക്ഷേ പൊതുവെ വായിക്കുമ്പോൾ നേരെ തിരിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന് കേരളത്തിൽ മലയാളത്തിലുള്ള ഏത് വീഡിയോ ചാനൽ എടുത്താലും ഈ സംഭവം നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത് ഈ ബെൽ ഇനിക്വാളിറ്റി മുന്നോട്ട് വെച്ച് ഈ ബെൽ എന്ന് പറഞ്ഞ ഈ സയന്റിസ്റ്റിന്, പുള്ളിക്ക് തന്നെ ഇതിൽ ബുദ്ധിമുട്ടായിരുന്നു. പുള്ളി ഉദ്ദേശിച്ചത്, മെയിൻലി പുള്ളി സജസ്റ്റ് ചെയ്തത് നോൺ ലോക്കലായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, നോൺ ലോക്കൽ കണക്ഷൻ ഉണ്ടെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. കാരണം റിയലിസം നമ്മൾ വിടേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇവരെല്ലാവരും എടുത്തത് റിയാലിറ്റി ഇല്ലാന്ന് പ്രൂവ് ചെയ്തു. ഇപ്പോൾ ഒരേ സമയം ഇലക്ട്രോൺ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, അതായത് കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ അങ്ങനെ തന്നെ എടുത്തു. ഇത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും വൈശാന്തമ്പി ഉപയോഗിച്ചിട്ടുണ്ട്. ബേസിക്കലി വൈശാന്തമ്പിക്ക് ക്വാണ്ടം മെക്കാനിക്സ്, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ അടിയിൽ വന്നിട്ട് എന്നെ തെറി പറഞ്ഞ് കുടിക്കുമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ ബേസിക്കലി പുള്ളിക്ക് ക്വാണ്ടം മെക്കാനിക്സ് എന്താണെന്ന് അറിയാത്തൊരു കാര്യം. പുള്ളി ആദ്യമായിട്ടൊരു പ്രസന്റേഷൻ, ഞാൻ മറ്റേ പ്രസന്റേഷനിലേക്ക് വരാട്ടെ, ഞാൻ അതിലേക്ക് കണക്ട് ചെയ്യാനാണ് ഈ പോകുന്നത്. ആദ്യമായിട്ട് പുള്ളി ഒരു ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസന്റേഷൻ നടത്തുന്നത് പൂച്ചയുടെ ആത്മാവ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയാണ്. ഓക്കെ, അതിൽ പുള്ളി പറയുന്നുണ്ട് ഞാൻ ക്വാണ്ടം മെക്കാനിക്സ് അങ്ങനെ സംസാരിക്കാത്ത ആളാണ്, കാരണം അതൊരു പോപ്പുലർ സയൻസിൽ പെട്ട മേഖലയിൽ പെട്ടതല്ല, ഞാൻ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല, ആളുകൾക്ക് അത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പുള്ളി എന്തിനാണ് ആ വീഡിയോ പക്ഷെ എന്നിട്ടും അത് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ, പക്ഷേ പല ആളുകളും ഇതിനെ പല രൂപത്തിൽ എന്തിനാണ് പുള്ളി ആ വീഡിയോ ചെയ്തത്? ദീപക് ചോപ്രയെ തുടങ്ങിയ ആളുകളുണ്ട്. ക്വാണ്ടം കോൺഷ്യസ്നസ്, ക്വാണ്ടം ഹീലിംഗ്, നമ്മളൊരു വലിയൊരു റിയാലിറ്റിയുടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ്, നമ്മൾ നോക്കുമ്പോഴാണ് റിയാലിറ്റി ഉള്ളൂ. നമ്മൾ അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ചിത്രത്തിൽ, മെഷർമെന്റ് പ്രോബ്ലം. നമ്മൾ മെഷർ ചെയ്യുമ്പോഴാണ്, ഇപ്പൊ ആ പ്രതിമ ചിരിച്ചത് എപ്പോഴാണ്? നമ്മൾ നോക്കിയപ്പോഴല്ലേ? നോക്കിയാലാണ് റിയാലിറ്റി ഉള്ളൂ എന്നാണ് ഏത് പറയുന്നത്. കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ അങ്ങനെ വേണമെങ്കിൽ വളച്ചൊടിക്കാം, അത് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിനെതിരെ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് പൂച്ചയുടെ ആത്മാവ് എന്ന് പറഞ്ഞ വീഡിയോ വൈശാന്തമ്പി ചെയ്യുന്നത്. എന്തിനാണ് ചെയ്തത്? അവർ തെറ്റായി ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട്. ഇതേ വൈശാന്തമ്പി അടുത്ത വർഷം, ഇത് 2018 2019 ഇതേ ക്വാണ്ടം മെക്കാനിക്സ് എടുത്തിട്ട് ഇതേ പണി, ഈ ദീപക് ചോപ്ര എടുക്കുന്ന എന്ത് പണിയാണോ ആ പണി പുള്ളി
എടുക്കുന്നതാണ് ഈ പറഞ്ഞ പാളിപ്പോയ പരികല്പനയെ കാണുന്നത്. ഉം. ഈ 2 ആറ്റങ്ങളിൽ ഒരാറ്റം ഡീകേ ചെയ്യാനുള്ള കാരണമില്ല എന്ന് പറയുന്നത് കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ. Interpretation, അതെ. മനസ്സിലായി? കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ പറയുന്നത് വെച്ചാൽ നമുക്ക് അറിയേണ്ട കാര്യമില്ല. അതായത് മെഷർമെന്റിന് മുമ്പ് നമുക്ക് അറിയേണ്ട കാര്യമില്ല. വേവ് ഫംഗ്ഷൻ ഒരു ടൂളായിട്ടാണ് എടുക്കുന്നത്. ഉം. എന്തിനുള്ള ടൂൾ? ഔട്ട്കം പ്രഡിക്റ്റ് ചെയ്യാൻ. ഔട്ട്കം മതി നമുക്ക് പണി നടത്താൻ. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ഷട്ടപ്പ് ആൻഡ് കാൽക്കുലേറ്റ് എന്നൊക്കെ പറയുന്നത്. ഷട്ടപ്പ് ആൻഡ് കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ പണി നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ Practical ആണ്. പിന്നെ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം. അപ്പം തന്നെ ഈ കുഴി എണ്ണണ്ടാന്ന് പറയുന്ന സാധനമാണ് ഷട്ടപ്പ് ആൻഡ് കാൽക്കുലേറ്റ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, അത് വെച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാ സാധനങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷനിൽ എനിക്ക് എന്ത് ചെയ്യുക, ഒരു കാരണമില്ലാതെ നടക്കുമെന്ന് ഞാൻ പറയുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദീപക് ചോപ്ര എടുത്ത എന്ത് പണിയാണോ ആ പണി അതിനെ വിമർശിച്ച് വീഡിയോ ഇറക്കേണ്ട അടുത്ത വർഷം വൈശാന്ത് തമ്പി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എവിഡന്റ് അല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് വിസിബിൾ അല്ല. സിബിളില്ലാന്നല്ല, കിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാനിത് എപ്പോഴാണ് ഞാൻ ഈ വീഡിയോയെ പറ്റി ഈ വീഡിയോ ഈ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ അടുത്ത് ഈ പാളിപ്പോയ പരികല്പന കാണുന്ന സമയത്ത് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല ഇതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ തവണ കണ്ടിട്ടുണ്ട് ഞാനിത്. അപ്പോൾ ഇത്തവണ കാണുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഈ സീറോ എനർജി യൂണിവേഴ്സ് നിങ്ങൾ എത്ര തവണ ഒക്കെ കണ്ടിട്ടുണ്ടാവും വരികൾ? പണ്ട് എന്തായാലും കുറേ കണ്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, വൈശാന്ത് തമ്പിയുടെ ഇപ്പോഴും ഞാൻ 2025 എൻ്റെ യൂട്യൂബ് റിപ്പോർട്ടിൽ ബെസ്റ്റ് 5 ചാനലുകളിലൊന്ന് വൈശാന്ത് തമ്പിയാണ് ഏറ്റവും കൂടുതൽ. കാരണം പുള്ളിയുടെ ഇപ്പോഴും കാണും. ഇന്നിപ്പോൾ ഒരു വീഡിയോ വന്നാൽ ഇന്നും ഞാൻ കാണും. നിങ്ങൾ എൻ്റെ അടുത്ത് പുള്ളിനെ പറ്റി എന്തും ചോദിച്ചാൽ പുള്ളിനെ പറ്റി ആര് പറയുന്നതിനൊക്കെ നന്നായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം അത്രയും കണ്ടിട്ടുണ്ട്. കാരണം അത്രയും ഇപ്പോഴും കാണാറുണ്ട്. ഇന്ന് വീഡിയോയുടെ ഇന്നും കാണും. ഇന്നിപ്പോൾ ലാസ്റ്റ് പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടേക്കണത് ഈ ബസ്സിലുണ്ടായ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. പുള്ളി മോശക്കാരനെന്നല്ല. പക്ഷെ പുള്ളി ചില സമയങ്ങളിൽ എന്ത് വരുമെന്ന് വെച്ചാൽ ഹൈപ്പോത്തസിസ് എടുത്തിട്ട് തിയറി ആയി നോക്കും. എവിടെയാണ് വെക്കുന്നതെന്ന് അറിയാം. ഈ ആശയം വെക്കുന്ന സമയത്ത് പുള്ളിക്ക് ഈ പ്രശ്നം വരും. അതായത് ഒന്നുകൂടി ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ, പാളിപ്പോയ പരികല്പനന്റെ ഒരു ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒന്നാമത്തെ ചോദ്യം, അതായത് എങ്ങനെ ഫ്രം നത്തിങ് എങ്ങനെ സംതിങ് ഉണ്ടായി എന്ന ചോദ്യം വെച്ച് തുടങ്ങുന്നു. ആ ചോദ്യം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളത് അത് ജസ്റ്റ് അതായത് ആദ്യം ഇവിടെ കുറെ മാറ്റർ ഉണ്ടല്ലോ, സാധനങ്ങളുണ്ട്, ഞാനുണ്ട്, നിങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അത് ഈ സമയം MC സ്ക്വയറിലേക്ക് വെച്ച് എനർജിയിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞു. പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, സയൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനർജി എന്നുള്ള ചോദ്യം, എനർജി എങ്ങനെയെന്നുള്ള ചോദ്യം, അതിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ സീറോ എനർജി പിന്നെ യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഹൈപ്പോത്തിസിസ് കൊണ്ടുവരുന്നു. ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹൈപ്പോത്തിസിസ് ആയിട്ടല്ലാതെ ഹൈപ്പോത്തിസിസ് കൊണ്ടുവരുന്നു. ഒരു പോയിന്റ് മിസ്സായി പോയി. ഹൈപ്പോത്തിസിസ് ആയിട്ട് പുള്ളി തീരെയായിട്ട് അവതരിപ്പിച്ചല്ലോ. എന്നിട്ട് പുള്ളി വേറൊരു സാധനം ഇടും. പിന്നെ ഉള്ളത് അതെല്ലാവരും, നിങ്ങൾ ഇന്ന് ഏത് എത്തീസിനോട് സംസാരിച്ചാലും എല്ലാവരും സംസാരിക്കുന്ന കാര്യമാണ് എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ആണല്ലോ. അപ്പോൾ എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഉണ്ടല്ലോ. അപ്പോൾ സീറോ എനർജി യൂണിവേഴ്സിനാണെന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എന്നും അത് സീറോ എനർജിയാണ് അല്ലേ? അപ്പൊ കണക്ഷൻ കിട്ടിയോ? സീറോ എനർജി യൂണിവേഴ്സ് ആണ് കിട്ടി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഇതിലൊരു പ്രശ്നം ഒരു മിസ്സായി പോകണമെന്നറിയാം. പുള്ളി ഒന്നാമത് അധ്യാപകനാണ്. ടെക്സ്റ്റ് ബുക്ക് നോളജ് എന്താണെന്നറിയാം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക്, ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് അല്ല ഞാൻ പുറത്ത് ഉപയോഗിക്കുന്നത്. ഞാൻ AC ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും അല്ലാതെ അറിയാൻ പറ്റും. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂണിവേഴ്സിന് ബാധകമല്ല. മനസ്സിലാണ്ടോ? അതായത് ടോട്ടൽ എനർജി ഓഫ് ദി യൂണിവേഴ്സ് കൺസർവ്ഡ് അല്ല ഇപ്പോൾ നിലവിൽ. GTR പ്രകാരം അല്ല, അതായത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം അല്ല. ഇതിൽ 1-2 പ്രശ്നം. ഒന്ന്, കോസ്മോളജിക്കൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഓക്കെ, അതായത് പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോട്ടോൺസിന്റെ വേവ് ലെങ്ത് കൂടും. വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വേവ് ലെങ്ത് കൂടുമ്പോൾ എന്ത് പറ്റും? എനർജി കുറയും. കാരണം hc/λ ആണ്. E = hc/λ എന്നാണ് അതിന്റെ ഇക്വേഷൻ. ലാംഡ അടിയിലാണ്. അപ്പോൾ വേവ് ലെങ്ത് കൂടുമ്പോൾ എന്ത് പറ്റും? ഈ ഫോട്ടോണിന്റെ എനർജി പോകുന്നുണ്ട്. ഈ എനർജി എങ്ങനെയാണ് പോകുന്നത്? എങ്ങും പോകുന്നില്ല. അപ്പോൾ എങ്ങും പോകേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ അതിൻ്റെ നിങ്ങൾ പഠിച്ചു പോയിക്കോ. നിങ്ങളിപ്പോൾ എവിടെ ഉള്ള അടിച്ചു പോയി, ഗൂഗിളിലോ ChatGPTയിലോ അടിച്ചോ. അങ്ങനെ എനർജി എവിടെ പോകുന്നതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂണിവേഴ്സിന് ആപ്ലിക്കബിൾ അല്ല. ഇനി ഡാർക്ക് എനർജി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഡാർക്ക് എനർജി ഇതിൽ പറയുമ്പോൾ ക്ലാരിറ്റി വരുത്തി പോകുന്ന യൂണിവേഴ്സിന് മൊത്തത്തിൽ ആപ്ലിക്കബിൾ അല്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെ ഇല്ല, അങ്ങനെ ഒരു ലോ തന്നെ ഇല്ല എന്ന് ആരെങ്കിലും അങ്ങനെ കമന്റ്സ് വരാൻ സാധ്യത? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഉണ്ട്. ഇതെനിക്ക് ഞാൻ ഇട്ട വീഡിയോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ് വന്നത്, അതായത് ഞാൻ ആദ്യം അവരോട് പറഞ്ഞു, വൈശാന്ത് തമ്പി ഇതിൽ പറയുന്നുണ്ട്, അതായത് പുള്ളി ഡ്രാമാറ്റിക് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ നമ്മൾ കോളേജിൽ പഠിക്കാറുണ്ട്. എന്നാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ ഒരു യൂണിവേഴ്സൽ ലോ അല്ലാതായി മാറിക്കഴിഞ്ഞു 1930s. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറയുന്നുണ്ട്, ഞാൻ അതിൽ പറയുന്നത് അതേ കാരണം കൊണ്ട് തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും മാറിക്കഴിഞ്ഞു. കാരണം പുള്ളി കാരണം പറഞ്ഞ എന്താണ്? എനർജിയിൽ നിന്ന് മാറ്റർ ഉണ്ടാവും എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അതേ കാരണം കൊണ്ട് അത് പോയി. പിന്നെ എന്താണ് സംഭവിച്ചേക്കുന്നത്? എനർജിയുടെ ഡെഫിനിഷൻ മാറി. ക്ലാസിക്കൽ ഡെഫിനിഷൻ അല്ല ഇപ്പൊ എനർജിക്ക്. ഇപ്പോഴത്തെ എനർജിയുടെ ഇക്വേഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ അതിൽ മാസ് ഉണ്ടാവും. മനസ്സിലാവും? റെസ്റ്റ് മാസൊക്കെ അതിൽ എനർജി ആയിട്ട് തന്നെയാണ് കണക്കൂട്ടപ്പെടുന്നത്. കാരണം എം വന്നല്ലോ, എം വന്നു കഴിഞ്ഞാൽ മാസ് വന്നു. അപ്പൊ ഇത്
ഒരു കാര്യം കൂടി പറയാൻ, ഡാർക്ക് എനർജി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഡാർക്ക് എനർജി അതിൻ്റെ ഡീറ്റെയിൽ നമുക്കറിയില്ല. ഡാർക്ക് എനർജി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആർക്കും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡാർക്ക് എനർജി. പക്ഷേ ഒരു എനർജി ഉണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ ഈ ഗ്രാവിറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഇതിന് മാത്രം ഒരു പുള്ള് നമുക്കൊരു എക്സ്പാൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എനർജി ഉണ്ട്. ഈ എനർജി വോളിയത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതായത് നമ്മുടെ ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ്. ഈ ഡെൻസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഡാർക്ക് എനർജി ഇസ് ഈക്വൽ ടു ഒരു ഷോർട്ട് സിമ്പിൾ ഇക്വേഷനായിട്ട് കൂട്ടിയാൽ മതി. ഡാർക്ക് എനർജി ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഈ ഡെൻസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. വോളിയം യൂണിവേഴ്സിൻ്റെ കൂടുന്നുണ്ട്, അപ്പോൾ എനർജി കൂടുന്നുണ്ട്. ഓക്കെ, ഈ എനർജി എവിടെ നിന്ന് കൂടുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ എനർജി എവിടെ നിന്നും കൂടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആപ്ലിക്കബിൾ അല്ല. ഈ കോസ്മോളജിക്കൽ റെഡ് ഷിഫ്റ്റ് തന്നെ അടിക്കണം. നിങ്ങൾ വേറെ റെഡ് ഷിഫ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ആംബുലൻസിന്റെ വണ്ടി അല്ലെങ്കിൽ ട്രെയിൻ നമ്മുടെ അടുത്ത് അകന്നു പോകുമ്പോൾ അതിന്റെ ഡോപ്ലർ റെഡ് ഷിഫ്റ്റ് എന്താ പറയുന്നത്. അപ്പോൾ ആ റെഡ് ഷിഫ്റ്റുമായിട്ട് വരരുത്. അടിക്കുമ്പോൾ കൃത്യമായിട്ട് അടിക്കണം. എക്സ്പ്ലെയിൻ ചെയ്ത് തളർന്നതാണ് ഈ സാധനം. അല്ല, ഞാൻ അതുകൊണ്ടാണ് അത് അങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് പ്രത്യേകം ഇവിടെ തന്നെ ചോദിച്ചു തീർത്തത്. കാരണം താഴെ വന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. കാരണം ചാച്ചി ബിൽഡിംഗ് അടിക്കാൻ നേരത്ത് ലോ ഓഫ് കൺസർവേഷൻ എനർജി ഇപ്പം ഇല്ലേ എന്ന് വെച്ചാൽ ഉണ്ട്. ആരാണ് പറഞ്ഞില്ലാത്ത? ലോക്കലി ആപ്ലിക്കബിൾ ആണ്. അങ്ങനെയാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ ഉണ്ട്. നിങ്ങൾ കെമിസ്ട്രിയിൽ അതുണ്ട്. ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ചെയ്യുമ്പോൾ ടെസ്റ്റ് ട്യൂബിൽ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ ഇപ്പോഴും ആപ്ലിക്കബിൾ ആണ്. മാസം എടുത്തിട്ട് ഇതിന്റെ മാസം നമ്മൾ കണക്കൂട്ടി എടുക്കാൻ പറ്റും. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിൻ്റെയായിരിക്കാം, ഞാൻ കെമിസ്ട്രി ഇത് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. ഈവൻ നമുക്ക് ഫ്ലാറ്റ് സ്പേസ് ടൈം എടുത്താൽ അതിലും ആപ്ലിക്കബിൾ ആണ്. പർട്ടിക്കുലർ സ്പേസ് ടൈം പാച്ച് എടുത്താൽ ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ പോയിന്റ് ഇതൊന്നുമല്ല. ഇയാൾ എവിടെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? യൂണിവേഴ്സിലേക്കാണ് അല്ലേ? യൂണിവേഴ്സിന് ഇത് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ എനർജി കൺസർവേഷൻ അതും പാളി. അപ്പോൾ സീറോ എനർജി യൂണിവേഴ്സ് ഹൈപ്പോത്തിസ് വെച്ചു. അവിടേക്ക് ഈ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചു. അല്ലേ, ശരിയാണല്ലോ. അപ്പൊ എപ്പോഴും സീറോ ആണ് സത്യത്തിൽ. പിന്നെന്താ വേണ്ടത്? പിന്നെ മറ്റേ കാരണം കൂടി ഇല്ലാതെ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കാരണം ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വാസിയാണ്. ഞാൻ കാരണം എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും സീറോ എനർജി യൂണിവേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് മതവിശ്വാസികൾ ഉപയോഗിക്കാറുണ്ട്. ആ ആംഗിളിൽ സീറോ ഒന്നും ഇല്ലാതെ തന്നെ ദൈവത്തിന് സൃഷ്ടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടൊരു വാദം വെക്കാറുണ്ട്. അതിന് ഇവർ തള്ളുന്ന എങ്ങനെയായിരിക്കും അറിയോ? അതൊരു ഹൈപ്പോത്തിസ് അല്ലേ എന്ന് പറഞ്ഞായിരിക്കും. ഞാൻ പറഞ്ഞ അത് ഹൈപ്പോത്തിസിസ്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചോദ്യം ചെയ്യില്ല. കാരണം നിങ്ങൾ ശാസ്ത്രത്തിന്റെ പുരോഹിതനാണ്. നമ്മളെന്താണ് അതിൻ്റെ അകത്ത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇനി ബാക്കിയുള്ളത് കാരണമാണ്. ആ കാരണത്തെ എന്ത് ചെയ്യും? ഈ ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ട് കാരണമില്ലാന്ന്. ഇത് 2019 അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇപ്പം മാറിയിട്ടുണ്ടാവും. കാരണം 2019 പുള്ളി പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ കാര്യം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഈ രണ്ട് സംഭവത്തിന് കാരണമില്ല എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ ഹൈപ്പോത്തിസിസ് മാത്രമാണ്. നോൺ ലൊക്കാലിറ്റി എടുക്കുന്നില്ല. കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ ലൊക്കാലിറ്റിയെ പ്രിസർവ് ചെയ്തിട്ട് റിയലിസത്തിനെ തള്ളുകയാണ്. പക്ഷേ അത് എല്ലാവരും അംഗീകരിക്കുന്നില്ല. അങ്ങനെ റിയലിസം തള്ളുന്നില്ല. റിയലിസത്തിനെ എടുത്തിട്ട് നോൺ ലൊക്കാലിറ്റിയെ തള്ളിയിട്ട് റിയലിസം എടുക്കുന്ന ആളുകളുണ്ട്. നേരെ തിരിച്ചുണ്ട്. അപ്പോൾ ഈ സംഭവം ഇത് കഴിഞ്ഞിട്ട് 2019 അപ്പോൾ ഞാൻ അന്ന് പുള്ളി കണ്ടാൽ തന്നെ അറിയാം. പുള്ളി ഭയങ്കര ചെറുപ്പക്കാരനാണ് അതിൻ്റെ അകത്ത്. ഇപ്പം ഈ അടുത്ത് നിങ്ങളൊരു വീഡിയോ, നിങ്ങളുടെ വീഡിയോ പുള്ളിയാണ് മറുപടി ആയിട്ട് പറയൂല, അറിയാലോ. പുള്ളി ഒരു മറുപടി വീഡിയോ വന്നിട്ടുണ്ട് ബേസിക്കലി ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ശാസ്ത്രത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ എന്ന് വെച്ചിട്ട് ചോദ്യം തന്നെ തെറ്റാണ്. മനസ്സിലായി. അത് പോട്ടെ, അത് നമ്മളിപ്പോൾ അതിനെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഡിസ്കസ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടംപോലെ വീഡിയോനെ പറ്റി പറയാനുണ്ട്. പക്ഷേ ഞാനത് എപ്പോഴും പയ്യെ സമയം പോലെ എപ്പോഴും ഇടാം. പ്രധാന പോയിന്റുകൾ ഞാൻ പറയുന്നത്. ഈ വീഡിയോയിൽ ഈ വാദം പുള്ളി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏത് സയൻസിന് കാരണം വേണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെൻ്റൽ കോസാലിറ്റി പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കോസാലിറ്റിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതേ എക്സാമ്പിൾ കൊണ്ടുവരണം. ഇപ്പോൾ 2025 പുള്ളി കൊണ്ടുവന്ന ഇതേ ഉദാഹരണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, എന്നിട്ട് പുള്ളി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മറ്റേ ഹേബൽ അൻവറുമായിട്ടുള്ള വിഷയത്തിൽ. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ തെറ്റുകൾ ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, നാക്കുപിഴകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്തെന്ന് ആരും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കത് കാണുമ്പോൾ സങ്കടം വരും. ഞാൻ എൻ്റെ അവസാനം അതിൽ കൊണ്ട് എൻ്റെ കമൻറ്റ്, ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണ്ടന്റ് മൊത്തം ഞാൻ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ കമൻറ്റിൽ. കാരണം ഈ മനുഷ്യന് ഇത് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലെന്നാണ് എൻ്റെ ചിന്ത. ഇത്രയും മനുഷ്യന്മാരുണ്ടായിട്ട് എൻ്റെ അടുത്ത് ഇതുവരെ ആരും ഞാൻ പറഞ്ഞ തെറ്റിന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയണം. അപ്പം ഞാനതൊരു സ്നേഹത്തിൻ്റെ പുറത്ത്, അല്ലാതെ ഞാൻ പുള്ളി തെറ്റെന്ന് എനിക്ക് വിളിക്കാനല്ല, പുള്ളി അത് അറിയണമല്ലോ, ഇത് പറഞ്ഞാൽ ശരിയല്ല എന്നറിയണം. ഇനി ഒരു പോയിന്റ് ഞാൻ മിസ്സായി പോയി. കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ കാരണമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ കാരണമില്ല എന്ന് പറയുന്നത് പ്രോബബിലിസ്റ്റിക്, അതായത് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള റീസൺ ഇല്ല എന്നാണ്. അല്ലാതെ റീസൺ ഇല്ല എന്നല്ല. ഫണ്ടമെന്റൽ കോസാലിറ്റിയെ തള്ളുന്നില്ല. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കും. നിങ്ങൾ ഫണ്ടമെന്റൽ കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് അതിന്റെ ബേസിൽ ഫണ്ടമെന്റൽ കോസാലിറ്റി തള്ളുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കില്ല. അവർ തള്ളുന്നത് ഡിറ്റർമിനറി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഞാൻ നോക്കുമ്പോഴാണ് പ്രതിമ ചിരിക്കുന്നത് അല്ലേ. പിന്നെ പ്രതിമയ്ക്ക് ചില പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ചിരിക്കുന്നത്. അല്ലാതെ എല്ലാ പ്രതിമയും ചിരിക്കണില്ല. ചില അതായത് ഇപ്പോൾ നിങ്ങൾ റേഡിയോ ആക്റ്റീവിയുടെ കാര്യം എടുത്താൽ അതിന് റീസൺ ഉണ്ട്. ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ അതുകൊണ്ടാണ് അതിന് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ കോസാലിറ്റി ഒരാളും തള്ളിയിട്ടില്ല. അപ്പോൾ അത് വൈശാൻ തമ്പി മാത്രം തള്ളിയിട്ടുള്ള കേസാണത്. ഇതിൽ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം
ഈ കൊസാലിറ്റി, ഫണ്ടമെന്റൽ കൊസാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് സയൻസിന്റെ ഒരു ബേസ് ആണല്ലോ. അതില്ലെങ്കിൽ പിന്നെ എല്ലാം മാജിക് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെയാണ് ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാജിക്കുകളെയും എല്ലാ വിശ്വാസങ്ങളെയും തള്ളുന്ന ഒരാൾക്ക് ഈ ഒരു കേസിൽ മാത്രം വരുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഇവർ ഈ മാജിക് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ കൊസാലിറ്റിയെ തള്ളുന്നത്? അതെങ്ങനെയാണ് പോസിബിൾ? അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏതൊരാളും പിന്നെ പല അബദ്ധങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ പറയുമ്പോൾ നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുമല്ലോ. അപ്പം ഞാനൊരു വാദം പറയുന്നുണ്ടെങ്കിൽ അതിന് എനിക്കൊരു കൺസിസ്റ്റൻസി ഉണ്ട്, അത് തെറ്റോ ശരിയോ എന്നുള്ളത്. അപ്പോൾ ഈ ഫണ്ടമെന്റൽ കൊസാലിറ്റിയെ തള്ളിക്കൊണ്ട് ഇവർക്ക് എങ്ങനെയാണ് ബാക്കി സ്ഥലങ്ങളിലൊക്കെ സയൻസ് വിശദീകരിക്കാൻ സാധിക്കുക? അത് അല്ല, ഞാൻ പറയട്ടെ, വൈശാന്ത് തമ്മിൽ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കിയിടത്തോളം പുള്ളി വിചാരിക്കുന്നത് ഈ ലോകത്തെ പ്രധാന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മതവിശ്വാസം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അന്ധവിശ്വാസമാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഒഴിവാക്കണം ആണല്ലോ. അത് നമ്മൾ ഒഴിവാക്കണം എന്ന് പുള്ളി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത് പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. പുള്ളി യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നതല്ല, പുള്ളിയുടെ കാരണം വിശദീകരിച്ചുകൊണ്ട് പുള്ളിയുടെ വീഡിയോ, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുന്നത് എന്തിനാണെന്ന് പുള്ളി പറയുന്നുണ്ട്. ഞാൻ തുടങ്ങിയേക്കുന്നത് സയൻസ് പറയാനല്ല എന്ന് പുള്ളി എടുത്ത് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു വേൾഡ് വ്യൂ, സയൻസുമായി ബന്ധപ്പെട്ടൊരു വേൾഡ് വ്യൂ, സയൻറ്റിസം പ്രൊമോട്ട് ചെയ്യാനാണ് പുള്ളി ഉണ്ടാക്കുന്നത്. അതായത് ഞാനൊരു സാധനം ഉറച്ച് വിശ്വസിക്കണം, ഒരു സാധനം ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കണം. എനിക്കത് പിന്നെ ആളുകൾ അത് ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്, ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ആ സാധനം ശരിയല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ചേർക്കാം പാലിൽ എന്ന് പറഞ്ഞ പോലെ, ഇച്ചിരി ചേർക്കുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ ചേർക്കണം. അതായത് എൻ്റെ ഉദ്ദേശം കറക്റ്റാണ്, പക്ഷെ ഞാൻ ചെയ്യുന്ന പണി അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതാണ് പുള്ളി. അല്ലാതെ പുള്ളി അത് ഫണ്ടമെന്റൽ കോസാലിറ്റി ഇല്ല, ഇതേ വാദം നിങ്ങൾ ഇപ്പുറ സൈഡിൽ ദൈവത്തിന് വേണ്ടി വാദിച്ചാൽ പുള്ളി നേരെ ഓപ്പോസിറ്റ് പറയുകയും ചെയ്യും. കോസാലിറ്റി ഇല്ലാതെ നടക്കോ? ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇനി അടുത്ത 2 മണിക്കൂർ പോകും. ഇതേ സംഭവം പുള്ളി ഓപ്പോസിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വിചാരിക്കും പുള്ളി ടെക്സ്റ്റ് ബുക്ക് നോക്കിയപ്പോൾ തെറ്റിപ്പോയതാണെന്ന്, അല്ലേ? കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ മാത്രമായിരിക്കും പുള്ളി കിട്ടിയിട്ടുള്ളത്. കാരണം കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ പണ്ട് മുതലേ സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്ക് നോളജ് വന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ തെറ്റ് വന്നിട്ടുണ്ട്, മനസ്സിലാണ്ടോ? അപ്പോൾ കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷനെ ക്യൂമായിട്ട് ഇപ്പോഴും നിങ്ങൾ ChatGPT ആദ്യം അടിച്ചാൽ ചിലപ്പോൾ ഇത് ഡീറ്റെയിൽ ഇങ്ങനെ വരും. പക്ഷെ എന്നിട്ട് നമ്മൾ എടുത്തു ചോദിക്കണം, ഈ സംഭവം ഇന്റർപ്രിട്ടേഷൻ ആണോ അതോ ക്വാണ്ടം മെക്കാനിക്സ് ആണോ എന്ന് ചോദിച്ചാലേ അത് ഉത്തരം പറയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ അത്രയും ഒരു പ്രശ്നം ഈ സംഭവത്തിനാകുമ്പോൾ നമ്മൾ വിചാരിക്കും പുള്ളിക്ക് അബദ്ധം പറ്റിയതായിരിക്കും, പുള്ളിക്ക് മറ്റ് ഇന്റർപ്രിട്ടേഷനിൽ അറിയില്ലായിരിക്കും. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി ഫൈൻ ട്യൂണിങ്ങിനെതിരെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ പുള്ളി അതിൻ്റെ അവസാനം പറയും ഫൈൻ ട്യൂണിങ്ങിൻ്റെ മെയിൻ വാദം എന്താണ്? ഇത്ര കോൺസ്റ്റന്റുകളുണ്ട്, ഇപ്പോൾ കോസ്മോളജി കോൺസ്റ്റന്റ്, മറ്റേ കോൺസ്റ്റന്റ്, ഇതെല്ലാം കൃത്യമായൊരു വാല്യൂ ആണ്. അതെങ്ങനെ വന്നു എന്നുള്ളതല്ല ചോദ്യം കേട്ടോ. പുള്ളിക്ക് അതറിയില്ല, പുള്ളിക്ക് സത്യത്തിൽ ഫിലോസഫി അറിയില്ല. ഫിലോസഫിക്കൽ പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫൈൻ ട്യൂണിങ് വഴിയല്ലാണ്ട് ഇന്ന പോലെ ആവാലോ, ഇങ്ങനെ വേണമെങ്കിൽ ആവാലോ, അങ്ങനെ അതല്ല വാദം എന്നുള്ളത് നമുക്കറിയാം. ഞാൻ ഷാനുവിന്റെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും, അതല്ല വാദം. ഇത് വരാൻ സാധ്യത കൂടുതൽ ഇതിലാണോ അതോ ഇതിലാണോ, നാച്ചുറലിസത്തിലാണോ അതോ എത്തീസത്തിലാണോ എന്നുള്ള ചോദ്യം. ഇവരതിനെ അഡ്രസ്സ് ചെയ്യില്ല, ഇവരതിങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് വേറെ രീതിയിൽ എടുക്കും, അതിങ്ങനെ ആയിക്കൂടെ. അപ്പോൾ പുള്ളി ആ ഫൈൻ ട്യൂണിങ്ങിനെതിരെ പുള്ളി ചെയ്യുന്ന വീഡിയോയിൽ ഇന്നോട് ചോദിക്കും, നിങ്ങൾ വൈശാന്ത് തമ്പി ഫൈൻ ട്യൂണിങ് അടിച്ചാൽ മതി. പുള്ളി പറയുന്നത് ഇതിന് മറ്റൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഈ കോൺസ്റ്റന്റുകൾ ഒരുപാട് യൂണിവേഴ്സുകളുണ്ടായിരിക്കും, അതിൽ ഏതോ ഒരു യൂണിവേഴ്സിലാണ് ഇങ്ങനെ മൾട്ടിവേഴ്സ് തിയറി എടുത്താൽ നമുക്ക് ഫൈൻ ട്യൂണിങ്ങിന് എതിരെ ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് മൾട്ടിവേഴ്സിനെ പറ്റി പറയുന്ന തിയറികൾ പറയണം. അതിലൊന്ന് സ്ട്രിംഗ് തിയറിയാണ്. സ്ട്രിംഗ് തിയറിയിൽ മൾട്ടിവേഴ്സ് വരുന്നുണ്ട്, പക്ഷേ അത് ഇപ്പോൾ അത്ര വലിയൊരു സംഭവമല്ല. സ്ട്രിംഗ് തിയറി അങ്ങനെ കാര്യമായിട്ട് ഇപ്പോൾ ഭയങ്കര സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോയി. പിന്നെ പുള്ളി പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിലെ മെനി വേൾഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ആ ഇന്റർപ്രിട്ടേഷൻ പ്രകാരം പല റിയാലിറ്റികളുണ്ട്. അവിടെ മൾട്ടിവേൾഡ് എടുക്കും. അവിടെ എന്തെങ്കിലും കോപ്പൻഹേഗൻ എടുക്കാത്തത്? ഫൈൻ ട്യൂണിങ്ങിൽ പുള്ളി കോപ്പൻഹേഗൻ എടുക്കുന്നില്ല, പുള്ളി അവിടെ മൾട്ടിവേൾഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെച്ചാൽ ഈ ഇന്റർപ്രിട്ടേഷൻ, കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, മൾട്ടിവേൾഡ് ഉണ്ട് എന്നുള്ളതെല്ലാം അറിയാം, പക്ഷെ ഇവിടെ ഇതാണ് നല്ലത്, അങ്ങനെ ആവാം. അല്ലെങ്കിൽ പുള്ളി എനിക്ക് ഈ ഫൈൻ ട്യൂണിനെതിരെയുള്ള പോയിന്റുകൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി പഠിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് ഇതാണ് കിട്ടുന്നത്, അത് എടുക്കുന്നു. അങ്ങനെ ആവാം. ഞാൻ പുള്ളിനെ ഒരു കാലത്തും കൊണ്ടുപോയി മോശക്കാരനാണ്, പക്ഷെ പുള്ളി ഇതേ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം തള്ളിക്കളയുന്ന വേറൊരു മേഖലയുണ്ട്. ഞാൻ സത്യത്തിൽ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാനിരുന്നതാണ്. ഇതിനെല്ലാം തള്ളിക്കളഞ്ഞിട്ട് അൾട്രാ ഡിറ്റർമിനിസ്റ്റ്, അതായത് ഡിറ്റർമിനിസ്റ്റിക് ആണ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന വേറൊരു വ്യൂ ഉണ്ട്. സമയം ഒരുപാട് കൂടിപ്പോ, അതാണ് ഞാൻ ഓക്കെ. ഇനി ഇതിനെല്ലാം തള്ളിക്കളഞ്ഞിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കോപ്പൻഹേഗനും MW മനസ്സിലായല്ലോ, ഇനി ഇതിനെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഡിറ്റർമിനിസം മാത്രം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അത് എന്താ പറയുക, ഫ്രീ വില്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ വിളിച്ച സമയത്ത് ബാക്കിയുള്ളവർ മാന്യമായിട്ട് ഫ്രീ വില്ലുണ്ടോ? C രവീന്ദ്രൻ ഫ്രീ വിൽ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്, പഠിച്ചു നോക്കിയാൽ കിട്ടും. ഇപ്പടിച്ചൊക്കെ കിട്ടും എന്നുള്ളത് C രവീന്ദ്രൻ്റെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാക്കി. പുള്ളി ഫ്രീ വില്ലിനെ പറ്റി സംസാരിക്കുക ക്ലിയർ ആയിട്ട് പറയുന്നത്. പുള്ളി പറയുന്നുണ്ട് ഞാൻ സാം ഹാരിസിന്റെ വ്യൂ ആണ് എടുക്കുന്നത്, ഫ്രീ വില്ലില്ല, ഇല്ലാത്ത സാധനം നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് മാന്യമായിട്ട് പറയുന്നത്.
പുള്ളി അങ്ങനെയല്ല ചെയ്യുന്നത്. വൈശാഖ് തമ്പിക്ക് ഫ്രീ വില്ലിനെ പറ്റി സംസാരിക്കണം. വിശ്വനാഥ് ഡോക്ടർ ഫ്രീ വില്ലിനെ പറ്റി സംസാരിച്ചിട്ടില്ല, എൻ്റെ അറിയില്ല. കാരണം പുള്ളി അറിയാത്ത കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കാറില്ല, ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. ഈ പുള്ളി എന്താണെന്ന് വെച്ചാൽ ഫ്രീ വില്ലും വിധിവിശ്വാസവും ഒന്നിച്ചു പോകുമോ, ഇതാണ് സബ്ജക്റ്റ്. ഫ്രീ വിൽ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല ചർച്ച. പുള്ളി എടുത്താണ് സബ്ജക്റ്റ് അങ്ങനെയാണ്. എന്നിട്ട് പുള്ളി എന്താണ് സംസാരിച്ചോളെന്ന് വെച്ചാൽ പിന്നെ പുള്ളി സംസാരിക്കുന്നത് ഡിറ്റർമിൻഡ് ആണ്, ഈ ലോകം ഡിറ്റർമിൻഡ് ആണ്. അതായത് നമ്മളൊരു ഇപ്പോൾ ബിഗ് ബാങ് തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അല്ലാതെ വരാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ അല്ലാതെ വരില്ല. കാരണം ഫിസിക്കൽ ലോസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ആ ലോ അനുസരിച്ച് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലച്ചോറിനുള്ളിലും ഫിസിക്കൽ ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നടന്നു പോകുന്നത് ഡിറ്റർമിനിസ്റ്റിക് ആണ്. ഡിറ്റർമിനിസ്റ്റിക് ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇരുന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പുള്ളി പ്രത്യേകം പറയും. കാരണം പുള്ളി അങ്ങനെ മറ്റേ പാടില്ല, പ്രത്യേകം പറയും. അത് എല്ലാത്തിലും പുള്ളി പ്രത്യേകം പറയും. അപ്പോൾ ഡിറ്റർമിനിസ്റ്റിക് ആണെന്നുള്ള നിലക്ക് നമ്മളിനി പോകാൻ പോകുന്ന എല്ലാം ഡിറ്റർമിൻഡ് ആണ്. ലോകം മൊത്തത്തിൽ. ഇനി മനുഷ്യന്മാരുടെ കേസിലേക്ക് വന്നാൽ, മനുഷ്യന്മാരുടെ കേസിലേക്ക് വരുമ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കും മനുഷ്യന്മാരുടെ കേസിൽ വരുമ്പോൾ ഫ്രീ വിൽ ഉണ്ടെന്നാണ്. എന്താ പറയുകയാണ്. അപ്പോൾ പുള്ളി പറയും നമ്മുടെ ജീവിതം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഞാനിപ്പോൾ ജംഗ്ഷനിലേക്ക് ഇറങ്ങുന്നു, ചിലപ്പോൾ മഴ പെയ്യുന്നുണ്ടാവും, ഞാൻ കുട പിടിച്ചിട്ടുണ്ടാവും, കുട പിടിച്ചപ്പോൾ ഞാൻ വെള്ളം കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഏതൊക്കെ സംഭവങ്ങളോടാണ് എൻ്റെ തലച്ചോറ് റിയാക്ട് ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് വളരെ കോംപ്ലക്സ് ആണ് അല്ലേ. കാരണം ഞാൻ ജംഗ്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ കണ്ടു, വേറെ ആളെ കണ്ടു, അപ്പോൾ ഇതല്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം അതിൻ്റെ പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താ, കാലാവസ്ഥ പ്രവചനം പോലെ ചില ഫാക്ടറുകൾ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റാത്തത്. അതായത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെയൊക്കെ കാണുമെന്ന് വ്യക്തമായി അറിയാം, എന്തൊക്കെ സംഭവങ്ങൾ സംഭവിക്കുന്നു വ്യക്തമായി അറിയാമെങ്കിൽ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ലെപ്ലാസിന്റെ ഭൂതം ഉണ്ടെങ്കിൽ, പഴയ ലെപ്ലാസിന്റെ അറിയാം, ലെപ്ലാസിസ് ഡെമോ എന്ന് പറഞ്ഞൊരു സംഭവം, എല്ലാ ഡേറ്റ അറിയാവുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പുള്ളി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫ്രീവിലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായി, അത് വേറെ കോമഡിയാണ്, അത് പോട്ടെ. അപ്പോൾ ഇത് ഡിറ്റർമിനിസം എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ പുള്ളി ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി പറയുന്നുണ്ട്. ക്വാണ്ടം വേൾഡിൽ സംഭവങ്ങളൊക്കെ നടക്കുന്നത് വേറെ രീതിക്കാണ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ട് പുള്ളി പറയും പക്ഷേ ഈ ക്വാണ്ടം വേൾഡ് എന്ത് ചെയ്യുന്നില്ല, ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റായ മനുഷ്യന്മാരിലോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോളിലോ ഫുട്ബോളിലോ ഒന്നും ആപ്ലിക്കബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ അത് പ്ലാങ്ക് സ്കെയിലിൻ്റെ താഴെയുള്ള വളരെ മാസ് കുറഞ്ഞ സംഭവങ്ങൾ മാത്രമേ ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. അതുകൊണ്ട് ഇത് എടുക്കാൻ അത് ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോണത്. അപ്പോൾ ഞാനൊരു ചോദിച്ചു, ഇപ്പോൾ കോൺഷ്യസ്നെസ്സിനെ പറ്റിയിട്ടുള്ള ഒരു പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. തലച്ചോറിനുള്ളിൽ നടക്കുന്ന ന്യൂറോൺ ഫയറിംഗ് ആണ്. ഈ ന്യൂറോൺ ഫയറിങ് ക്വാണ്ടം പാർട്ടിക്കിൾ ആണോ എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതിന് വളരെ മൈനോറിറ്റി ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. അതായത് എന്തുകൊണ്ടാണ് തലച്ചോറിലെ ന്യൂറോൺസ് സ്വാഭാവികമായിട്ടും ക്വാണ്ടം പാർട്ടിക്കിളാണ്, പക്ഷേ എന്തുകൊണ്ടാണ് അത് ഈ പറഞ്ഞ ക്വാണ്ടം പ്രോപ്പർട്ടി കാണിക്കാത്തതെന്ന് വെച്ചാൽ ഡീകോഹറൻസ് സംഭവിക്കും പെട്ടെന്ന്. തലച്ചോറിനുള്ളിൽ വെറ്റാണ് അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ട്. ഈ വൈബ്രേഷൻ വെറ്റ്നെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഈ ഡീകോഹറൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് പറ്റും, ഇത് ഡീകോഹറൻസ് എടുത്തിട്ട് ആ ക്വാണ്ടം പ്രോപ്പർട്ടി ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് ആണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കും. പക്ഷേ വേറൊരു വ്യൂ ഉണ്ട്, ഈ റോജർ പെൻറോസിൻ്റെ ഒരു വ്യൂ ഉണ്ട്. അത് പുള്ളി പറയുന്നത് ഈ എനിക്ക് മൈക്രോ ട്യൂബിൾ അങ്ങനെ എന്തോ ഒരു ഇതിൻ്റെ അകത്ത് എന്താണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ പുള്ളിയുടെ വ്യൂ മൈനോറിറ്റി വ്യൂ ആണ്, അക്സെപ്റ്റഡ് വ്യൂ അല്ല. എന്നാൽ പോലും തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം എല്ലാ വ്യൂവും ഓപ്പണാണ്. ഈ മൈക്രോ ട്യൂബിൻ്റെ അകത്താണ് ഈ ഇത് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ക്വാണ്ടം എഫക്റ്റ് ഉണ്ട്. മനസ്സിലാവാം, പോയിന്റ് മനസ്സിലാവും. അപ്പോൾ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. എനിക്ക് അതായത് ഇനി അത് വേണ്ട, നിങ്ങൾ MW എടുത്തോ, ഇത് ക്വാണ്ടമാണെന്ന് വിശ്വസിക്കണം. ഞാനിപ്പോൾ ക്വാണ്ടമാണെന്ന് ഞാൻ പെൻറോസിൻ്റെ വ്യൂ എടുക്കുകയാണ്. ഇത് ക്വാണ്ടം മെക്കാനിക്സ് ആണ് എൻ്റെ തലച്ചോറിൻ്റെ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എനിക്ക് ഫ്രീ വിൽ ഉണ്ടെന്നല്ല, റാൻഡം ആയിട്ടാണ് നടക്കുന്നതെന്ന് കൂട്ടിക്കോ. എന്നാൽ പോലും ഞാൻ ഫ്രീ വില്ലിന് വേണ്ടിയല്ല ബാധിക്കുന്നത്. ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്, ഓക്കെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ നിങ്ങൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കണം, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു, നിങ്ങൾ ഒന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഇടിക്കാം, അല്ലെങ്കിൽ എനിക്ക് ക്ഷമിച്ചുകൊണ്ട് പോവാം. ഇത് തീരുമാനിക്കുന്ന ആരാണ്? ഞാനല്ല തീരുമാനിക്കുന്നത്, ന്യൂറോണാണല്ലോ തീരുമാനിക്കണം. ന്യൂറോൺ സൂപ്പർ പൊസിഷനിലാണ്, ഇടിക്കാനും ഇടിക്കാതിരിക്കാനുള്ള സൂപ്പർ പൊസിഷനിലാണ്. ഇതിൽ ഏത് വേണമെങ്കിലും സംഭവിക്കാം, റാൻഡമായിട്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, റാൻഡമായിട്ട് സംഭവിക്കാം. ഇത് കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ. അതല്ല MW ആണെങ്കിൽ ഒരു റിയാലിറ്റിയിൽ ഞാൻ നിങ്ങൾ ഇടിച്ച് ഞാൻ ജയിലിൽ പോയി. ഒരു റിയാലിറ്റിയിൽ ഞാൻ നിങ്ങൾ ഇടിച്ചിട്ടില്ല, ഞാൻ ഇടിക്കാതെ തിരിച്ചു പോയി, റെസ്പോണ്ട് ചെയ്തില്ല, ക്ഷമിച്ചു, വീട്ടിൽ പോയി. ആ റിയാലിറ്റിയിൽ ഞാൻ ജയിലിൽ പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എൻ്റെ ജീവിതമായി ബന്ധപ്പെട്ടില്ലേ? അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഈ ഒരു ക്വാണ്ടം എഫക്റ്റ് ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറ്റി? എൻ്റെ ഫ്രണ്ടിലേക്ക് പല ഓപ്ഷനുകൾ വരെയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ എന്ത് വരെയാണ്? പല റിയാലിറ്റി ഒന്നല്ല, റിയാലിറ്റി ക്വാണ്ടം പോസിബിലിറ്റി എത്ര ഉണ്ട്, അത്ര റിയാലിറ്റി ഉണ്ടാവും. ഓക്കെ, ഞാൻ നിങ്ങളെ പിടിക്കാം, പിടിക്കാതിരിക്കാം, ഇടിച്ച് നിങ്ങളെ കൊല്ലാം, എന്തും സംഭവിക്കാം. എല്ലാ റിയാലിറ്റിയും അവിടെ ഉണ്ട്. ഇടിച്ചതിൽ ഇടി കൂടാം, സ്പീഡ് കൂടിപ്പോയി നിങ്ങൾ മരണപ്പെടാം. അപ്പോൾ ഈ ഓപ്ഷൻ എൻ്റെ അവിടെ നിൽക്കുകയാണ്. ഇതിൽ ഏത് റിയാലിറ്റിയിലാണ് ഞാൻ കണക്ട് ആകുന്നതെന്നനുസരിച്ച് എൻ്റെ ഫ്യൂച്ചർ മാറി ആണല്ലോ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബബിലിസ്റ്റിക് ആയി മാറിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് എന്തുണ്ട്? എനിക്ക് ഇനി അവിടെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഫ്രീ വില്ലിനെ പറ്റി ഞാൻ സംസാരിക്കുന്ന പോലും
ഓപ്ഷൻ വന്നല്ലോ. അതെ. അപ്പോൾ ഡിറ്റർമിനിസ്റ്റിക് അല്ല നമ്മുടെ ലൈഫ്. ഉം, ഉം, ഉം. മനസ്സിലാവുണ്ടോ? ഞാൻ എങ്ങനെ നിങ്ങളോട് പ്രതികരിക്കുന്ന അനുസരിച്ച് ആ പ്രതികരണം ഏതെങ്കിലും തരത്തിൽ ക്വാണ്ടം വേൾഡുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതം പിന്നെ ഡിറ്റർമിനിസ്റ്റിക് അല്ല. എനിക്ക് പല ഓപ്ഷൻ ഉണ്ട്. ഉം, ഈ റിയാലിറ്റിയിൽ ഞാൻ ജയിലിലാണ്, ഈ റിയാലിറ്റിയിൽ ഞാൻ ജയിലിലല്ല. ഉം, ഉം. സാധനം ഇത് ഞാൻ പറഞ്ഞത് ഇത് കറക്റ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതെ. MWI ഓപ്ഷൻ ഉണ്ടല്ലോ, അതെ. ഇതൊന്നും പുള്ളി അവിടെ എടുക്കുന്നില്ല. ഉം. അവിടെ പുള്ളി എടുക്കുന്ന എന്താണ്? പ്യുവർ ഡിറ്റർമിനിസമാണ്. എന്നിട്ട് പുള്ളി പറയുന്നത് എന്താ വെച്ചാൽ ജ്യോതിഷത്തിൽ ഭാവി പ്രവചിക്കും. ജ്യോതിഷത്തിൽ ഭാവി പ്രവചിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ വിചാരിക്കും എന്തോ സയൻറ്റിഫിക് കുഴപ്പമായിരിക്കും. ജ്യോതിഷൻ ഭാവി പ്രവചിച്ചു, 52-ാമത്തെ വയസ്സിൽ നിങ്ങൾക്കൊരു അപകടം ഉണ്ടാവുമെന്ന് പ്രവചിച്ചു. 52-ാമത്തെ വയസ്സിൽ ആ അപകടം ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. പുള്ളി പറഞ്ഞ എന്തോ ചെയ്തിട്ട് അപ്പോൾ ആ പ്രവചനം തെറ്റിയില്ലേ? ആ ലോജിക്ക് കിട്ടിയോ? ഞാനൊരു ജ്യോതിഷനാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ബസ്സിൽ 50-ാമത്തെ വയസ്സിൽ നിങ്ങൾക്കൊരു അപകടം വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞില്ല എന്തെങ്കിലും ചെയ്ത് മാറ്റുമ്പോൾ ഞാനൊരു പൂജ പറഞ്ഞു, ഞാൻ ആ പൂജ ചെയ്തു, നിങ്ങൾ ആ പൂജ ചെയ്തു, നിങ്ങൾക്ക് 50-ാം വയസ്സിൽ ആ ആക്സിഡന്റ് ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ പ്രവചനം തെറ്റിയില്ല. ഭയങ്കര വാലിഡ് പോയിന്റ് അല്ലേ? പക്ഷേ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു ജ്യോതിഷൻ 50-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് അപകടം ഉണ്ടാവുമെന്ന് പറയാറുണ്ടോ? ഇല്ല. അപകടത്തിനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാറുള്ളൂ അല്ലേ? ഒരു ജ്യോതിഷൻ ഒരിക്കലും 50-ാം വയസ്സിൽ നിങ്ങൾക്ക് ഒരു അപകടമുണ്ട് എന്നല്ല പറയുന്നത്, ഒരു അപകടം കാണുന്നു, ഒരു അപകടത്തിനുള്ള സാധ്യത കാണുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡിറ്റർമിനിസം വെച്ചിട്ടാണ് പുള്ളി തള്ളുന്നത്. അപ്പോൾ പക്ഷേ നിങ്ങൾ MWI എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയില്ലേ? വേറൊരു ഓപ്ഷൻ വന്നില്ലേ? അതായത് ആ ജ്യോതിഷം നോക്കുമ്പോൾ ഇന്നൊരു സാധനം ചെയ്താൽ ഒരു സ്ഥലത്ത് നിങ്ങളെ ഇയാൾ ഈ പൂജ ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, ഈ പൂജ ചെയ്തപ്പോൾ എഫക്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ആ ഓപ്ഷനുകളിൽ നിന്ന് നിങ്ങളെ കാണാനുള്ള ഓപ്ഷൻ അങ്ങ് മാറിപ്പോയി, അപകടത്തിൻ്റെ ഓപ്ഷൻ മാറി. ഇത് തന്നെ എന്തിനു വരും? ദാനമാപത്തിന് തടയും. പ്രാർത്ഥിച്ചാൽ ഭാവി മാറും. ഇത് ഈ MWI ഇതിനെ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ സമതിൻ്റെ കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പ്. അതായത് പല പല ഓപ്ഷൻ, അന്ന് നമുക്കത് പറയുമ്പോൾ നമുക്കൊരു വാലിഡിറ്റി ഇല്ല. ഇയാൾ ചെയ്യും പോലെ, ഇപ്പോൾ ഐശാന്തമ്പി ചെയ്യും പോലെയാണെങ്കിൽ എനിക്ക് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാമല്ലോ. എനിക്ക് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാം, ന്യൂറോൺസ് ക്വാണ്ടം മെക്കാനിക്സ് വഴിയാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ പെൻറോസിൻ്റെ വ്യൂ എടുക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ അത് വെച്ചിട്ട് ഇവിടെ MWI എടുക്കും. അതിനുശേഷം MWI എടുത്തിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്ഷനുകളുണ്ട്. അപ്പം ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും? എനിക്ക് ഈ പറഞ്ഞ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ നിന്ന് 10 ഓപ്ഷനുകളിൽ നിന്ന് ഓരോ ഓപ്ഷൻ എടുത്താൽ കളയണം. അതായത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ മനസ്സിലായി, എന്തും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ചിലർ പറയുന്നത് ഇവർ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറയുന്നത്. കാരണം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഫ്രണ്ടിലുള്ള ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്താലും പുള്ളിയുടെ എൻഡ് നാശത്തിലാണ്. അവസാന കാലം വരെ ഒരു മനുഷ്യൻ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കും. അവസാന നിമിഷം മരണത്തിന് മുമ്പ് അയാൾ മോശം ചെയ്തിട്ട് നരകത്തിൽ പോവും, നാശത്തിലായി പോവും. അതേസമയം അവസാനം വരെ മോശം ചെയ്തിട്ട് അതെന്താ? അവസാനം വരെ അയാൾ മോശം തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ലാസ്റ്റ് അയാൾക്ക് 15 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരു ഓപ്ഷൻ അയാൾ സെലക്ട് ചെയ്താൽ മാത്രം രക്ഷപ്പെടും. അയാൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് രക്ഷപ്പെട്ടു. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൂടെ? ഇങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയാൽ, നിങ്ങൾ എന്തെങ്കിലും ഹൈപ്പോത്തസിസ് എടുത്ത് നിങ്ങൾ തോന്നിയ പോലെ ചെയ്താൽ, നിങ്ങളും ദീപക് ചോപ്രയും ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഓക്കെ, ഇതാണ് പുള്ളിയുടെ ഒരു ബേസിക് പ്രശ്നം. ഒരെണ്ണം കൂടി ഉണ്ട്, മരണത്തിന് ശേഷമുള്ള സയൻസ് ഓഫ് ഡെത്ത് എന്നാണ് പുള്ളിയുടെ വീഡിയോയുടെ പേര്. മരണത്തിന് ശേഷം പുള്ളി പറഞ്ഞു കൊടുക്കുന്നത്, ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ പേജിലുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ പുള്ളി പറയുന്നത് മരണത്തിന് ശേഷം ഉള്ള ജീവിതത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അന്നിങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് സയൻസിന് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് നോക്കാം. നമ്മളും സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ലൈൻ എന്താ അറിയാമോ? മരണത്തിൻ്റെ സയൻസിനെ കുറിച്ച്. പുള്ളി സംസാരിക്കുന്ന മരണത്തിൻ്റെ സയൻസിനെ കുറിച്ചാണ്. പറഞ്ഞു തുടങ്ങിയത് എവിടെയാണ്? മരണത്തിന് ശേഷം എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് പുള്ളി മരണത്തിനെ പറ്റി പറയുന്നത് അത് എല്ലാവരും കേട്ടിരിക്കണം. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ആ അവസാനം വരെ കട്ട് ചെയ്ത് എല്ലാവരും കേൾക്കേണ്ടതാണ്. കാരണം അത്ര രസകരമായിട്ട് മരിച്ചു കഴിയുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ബയോളജി ആയതുകൊണ്ട്, മരണപ്പെട്ട് കഴിയുമ്പോൾ തണുക്കുന്നത് എങ്ങനെയാണ്, മറ്റേ വെള്ളത്തിൽ ചീർത്ത് വരുന്നത് എങ്ങനെയാണ്, അങ്ങനെ പല നല്ല രസകരമായി പുള്ളി ഫുള്ളായിട്ട്, രസകരം ഇൻ ദ സെൻസ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ രസകരമായിട്ട് സംസാരിക്കുന്നത്. എന്നിട്ട് പുള്ളി ലാസ്റ്റ് വീണ്ടും തിരിച്ചു വന്നിട്ട് ഇനി നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. നമ്മളിങ്ങനെയല്ല മറ്റേ പല നമ്മൾ ഇത്തരത്തിലുള്ള കഥകൾ മാത്രമല്ല നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ആത്മാവിനെ പറ്റി കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി ആത്മാവിനൊരു ഡെഫിനിഷൻ ഉണ്ടാക്കും. ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ മരണപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സാധനം പുറത്തേക്ക് പോകുന്നുണ്ട്, ഒരു എനർജി പുറത്തേക്ക് പോകുന്നുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനെ പലരും ആത്മാവ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ആത്മാവിനെ വിളിക്കുന്ന ആരാണുള്ളത്? പുള്ളി പറയുന്നത് പോപ്പുലർ കഥകളിൽ നമ്മൾ കേട്ടിട്ടുള്ള വിഷയം ഇതാണെന്ന് പറയുന്നത്. പോപ്പുലർ കഥകളിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ, പോപ്പുലർ കഥകളിൽ ആത്മാവിനെ ഭൗതികമായിട്ടൊരു എനർജി ആയിട്ട് പോകുന്നതായിട്ട് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഇസ്ലാമിലുണ്ടോ? ക്രിസ്ത്യാനിറ്റിയിലുണ്ടോ? മെയിൻ സ്ട്രീം ഹിന്ദുസത്തിലുണ്ടോ? ഇല്ല. അതിൻ്റെ ഇടയിൽ കുറച്ച് പേര് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെ ഏത് മറ്റേ ഉണ്ടെന്നുള്ള രീതിക്ക് പണ്ടത്തെ ആൾക്കാർ. പക്ഷെ അതൊന്നും മെയിൻ സ്ട്രീം അല്ല, അബൗദികമായിട്ട് തന്നെയാണ്. നിങ്ങൾ എങ്ങനെ തലകുത്തി പറഞ്ഞാലും ഏത് വിശ്വാസം എടുത്താലും പോപ്പുലർ നറേറ്റീവ് എന്ന് പറയുന്നത് എല്ലാം അബൗദികമായിട്ടൊരു സംഭവമാണ്. പുള്ളി ഇങ്ങനെ ഡെഫിനേഷൻ കൊടുക്കും, എന്നിട്ട് അല്ല എന്ന് പറഞ്ഞാൽ
ഇതാണ് ഒന്നാമത്തെ കേസ്. ഇത് ഇല്ലാത്തൊരു ഡെഫിനിഷൻ ഉണ്ടാക്കിയിരുന്നു. പിന്നെ പുള്ളി പറയും മൈൻഡ് ഈസ്, അതായത് പിന്നെ കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വിഷയമുണ്ട്. അതായത് ബോധം എന്ന് പറഞ്ഞ വിഷയത്തെ പറ്റിയിട്ട് നമുക്ക്, അപ്പോൾ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം. ബോധത്തിനെ പറ്റിയിട്ട് സി രവിചന്ദ്രൻ എന്താണ് പറയുന്നത്? ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ വിഷയമുണ്ട്. അതായത് നമ്മുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾക്ക് ഒരു സംഭവം കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാണ് ആ ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, ഒരാൾ വന്നിട്ട് എൻ്റെ തലച്ചോറ് പൊട്ടിച്ച് നോക്കിയാലും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ ക്വാളിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്വാളിയനെ പറ്റിയിട്ട് സി രവീന്ദ്രൻ്റെ ഒരു വീഡിയോയിൽ പണ്ടത്തെ അതിനെ പുള്ളി എനിക്കൊരു ജീവശാസ്ത്ര വിശദീകരണം അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്, ബോധം നടിച്ചാൽ കിട്ടും, സി രവീന്ദ്രൻ ബോധം നടിച്ചാൽ കിട്ടും, പഴയതാണ് വീഡിയോ. അതിൽ പുള്ളി പറയുന്നതാണ് ക്വാളിയ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, അതൊക്കെ വെറുതെ നമുക്ക് തോന്നുന്നതാണ്. ഈ ക്വാളിയ എന്നൊരു സംഭവം സത്യം പറഞ്ഞാൽ ഈ പ്രോബ്ലം വന്നിട്ട് അധികമായിട്ടില്ല. 1990s ഈ എന്താണ് മറ്റേ പുള്ളിയുടെ ചാമേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്, പുള്ളിയുടെ പേര് ഫുൾ നെയിമേ മറന്നുപോയി. ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും നിങ്ങൾ ചാമേഴ്സ് ഹാർട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും സ്റ്റാർ ടോക്കിൽ വരാറുണ്ട്, ടെഡെക്സിൽ വരാറുണ്ട്. പുള്ളിയാണ് മുന്നോട്ട് വെച്ചത്. പണ്ട് സയൻറ്റിഫിക്കലി ഈ കോൺഷ്യസ്നെസ്സിനെ പറ്റി ഞാൻ കോൺഷ്യസ്നെസ്സിൻ്റെ ബോധം എന്നായിരിക്കും പറയുന്നത്, കാരണം എനിക്ക് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് തെറ്റിപ്പോകും. അപ്പോൾ ഈ ബോധത്തിനെ പറ്റിയിട്ടുള്ളൊരു ചർച്ച സയൻറ്റിഫിക് ഫീൽഡിലില്ല. അതൊരു നോൺ സയൻറ്റിഫിക് ആണ്, അല്ലെങ്കിൽ അൺസയൻറ്റിഫിക് ആണെന്നുള്ള നിലക്കാർന്ന് മാറ്റി വെച്ചിരുന്നതാണ്. ഈ ഒരു വിഷയത്തോടു കൂടിയാണ് എന്ത് വരുന്നത്, ഈ ഒരു വിഷയം കാര്യമായി വന്നത്. അതായത് ബ്രെയിനുമായി ഭയങ്കരമായ കോറിലേഷൻ ഉണ്ട്. ഈ ബോധത്തിന് ബ്രെയിനുമായിട്ട് കോറിലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സംസാരിച്ചു, നിങ്ങളുടെ ബോധത്തിലുണ്ട്, ഞാൻ നിങ്ങളുടെ തലക്കിട്ട് അടി അടിച്ചാൽ നിങ്ങളുടെ ബോധം നഷ്ടപ്പെടും. അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ബോധം നഷ്ടപ്പെടും. പക്ഷേ ബോധം നഷ്ടപ്പെട്ടു നോക്കണമെന്ന് വെച്ചാൽ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് ബോധമുണ്ടോ കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണെന്നാണ് പറഞ്ഞു കേട്ടേക്കണത്. എനിക്കറിയില്ല, അത് ഇനി നിങ്ങൾ ഡോക്ടറോട് ചോദിക്കേണ്ടി വരും, കാരണം അങ്ങനെ അത് അറിയുന്നത്. അപ്പോൾ ഈ ബോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഈ 1990s ശേഷം വന്നേക്കുന്നതാണ് ഈ ഒരു കാര്യമായി പഠനം നടക്കുന്നത്. കാരണം കോറിലേഷൻ ശക്തമാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ബോധത്തിനെ നമുക്ക് ബ്രെയിനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതായത് ഇതിൽ നിന്ന് ഒരു ഐഡന്റിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ബ്രെയിനാണ് ബോധം, അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്നാണ് ബോധം. കോസേഷൻ നമുക്ക് സയന്റിഫിക്കലി പ്രൂവണല്ല. അതുമ്മയാണ് ഈ പറഞ്ഞ ദീപക് ചോപ്രനെ പോലുള്ള ആളുകൾ കളിക്കുന്നത്. ഈ ബോധം പ്രശ്നമാണ്, അതാണ് അത് നമുക്ക് കളിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴും എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു, എല്ലാ വർഷമാണോ അതോ 5 വർഷം കൂടുമ്പോഴാണെന്ന് അറിയില്ല, ഇപ്പോഴും ASSI എന്ന് പറഞ്ഞിട്ടൊരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. അസോസിയേഷൻ ഓഫ് എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു കോൺഫറൻസ് റിലേറ്റഡ് ടു കോൺഷ്യസ്നെസ് അടിച്ചാൽ കിട്ടും. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മില്യൺ കണക്കിന് ഡോളർ ചിലവാക്കി പല സ്ഥലത്ത് ആളുകൾ പഠിക്കുന്നു. എന്നിട്ട് അവർ ഒരുമിച്ച് വന്നൊരു കോൺഫറൻസിൽ സംസാരിക്കുന്നു. ഇങ്ങനെ പല തിയറികൾ നടക്കുന്നു. പല തിയറികൾ മുമ്പിലുണ്ട്. എല്ലാ കണങ്ങൾക്കും ബോധം ഉണ്ടെന്നുള്ള നിലക്കുള്ള ഒരു വ്യൂ ഉണ്ട്. അത് ഇൻ്റഗ്രേറ്റഡ് IIT എന്ന് പറയും, ഇൻ്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് പാൻ സൈക്കിസം എന്നാണ് പറയുന്നതാണ്. അതൊരു ഒരു ബേസ് ചെയ്തിട്ടാണ് IIT എന്ന് പറയുന്ന തിയറി ഉണ്ട്. പിന്നെ GWT ഉണ്ട്, ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറി. പിന്നെ അങ്ങനെ അറ്റൻഷൻ സ്കീമ തിയറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇങ്ങനെ കുറേ നടക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയത്, ഞാൻ അതിനെപ്പറ്റി ഇൻഡെപ്തായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ സംഭവം ഇത്രയും കാശ് മുടക്കി ഇത്രയും ആൾക്കാരോടും സംസാരിക്കുന്ന സ്ഥലത്താണ് പുള്ളി 5 വർഷം മുമ്പേ രവിചന്ദ്രൻ പറഞ്ഞത് കോളി എന്നൊന്നുമല്ല, അത് പോട്ടെ, അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഒന്ന്, ഇനി ബോധത്തിൻ്റെ ജൈവശാസ്ത്ര വിശദീകരണം എന്ന് പറഞ്ഞിട്ട് വിശ്വനാഥൻ ഡോക്ടർ വീഡിയോ ഇട്ടിട്ടുണ്ട്. പുള്ളി സ്റ്റാൻഡേർഡ്, അതാണ് ഞാൻ പറഞ്ഞത്, പുള്ളി ക്ലിയർ കട്ട് സ്റ്റാൻഡേർഡ് മനുഷ്യനാണ്. പുള്ളി അതിൽ പറയുന്നത്, പുള്ളി സംസാരിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇതിനെപ്പറ്റി പല തിയറികളും പുള്ളിയും ഇത് സംസാരിക്കുന്നത് ദീപക് ചോപ്ര ഈ പറഞ്ഞൊരു സംഭവം വളരെ മിസ്യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ വിശ്വനാഥൻ ഡോക്ടർ പറയുന്നത് പലതരത്തിലുള്ള ഹൈപ്പോത്തിസിസ് നിലവിലുണ്ട്. ഒന്നാമത്തെ ഹൈപ്പോത്തിസിസ് IIT പറയുന്നുണ്ട് കൃത്യമായിട്ട്. പുള്ളി പറയുന്നത് അത് പാൻ സൈക്കിസത്തിൽ നിന്ന് വന്നതാണ്, എല്ലാത്തിനും ബോധം ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. കാരണം ഇൻ്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ്റെ ഇൻ്റഗ്രേഷൻ അനുസരിച്ചാണ് ബോധം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാത്തിലും ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ഒരു ഇലക്ട്രോണിലും ഉണ്ടല്ലോ ഇൻഫർമേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്കെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഭൗതികവാദികൾക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് പുള്ളി പറയുന്നത്. അത് അന്തസ്സാണ്. പിന്നെ GWT അതും നമുക്ക് പറ്റില്ല. ഏറ്റവും നല്ല തിയറി അറ്റൻഷൻ സ്കീമ തിയറി, ഗ്യാഷിയാനോടെ അറ്റൻഷൻ സ്കീമ തിയറിയാണ് ഭൗതികവാദികളെ നമുക്കുള്ള, അങ്ങനെയാണ് പുള്ളി സംസാരിക്കുന്നത്. ഭൗതികവാദികളെ ഞാൻ നിർലജ്ജം പറയുന്നു, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പുള്ളി തുടങ്ങണം. നമുക്ക് വേണ്ടിയുള്ള തിയറി ഇതാ വന്നിരിക്കുന്നു, ഈ ഹൈപ്പോത്തിസ് ആണ് നമുക്ക് പറ്റിയ ഏറ്റവും നല്ല ഹൈപ്പോത്തിസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അറ്റൻഷൻ സ്കീമ തിയറിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഗ്രാഷിയാന പറയുന്നത് ഇങ്ങനെയാണ്, ഗ്രാഷിയാന ഇങ്ങനെ പറയുന്നത്, ഗ്രാഷിയാന പറയുന്നത് കോളിയ ഇല്ല, കോളിയ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തോന്നാൻ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, ബാക്കി ഒരൊറ്റ തിയറിയിലും കോളിയനെ വിശദീകരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം അതൊരു പ്രശ്നമാണ്, അത് എപ്പോഴും തെളിയിക്കപ്പെടുമായിരിക്കും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഗ്രാഷിയാന അതിനെ തള്ളുന്നുണ്ട്. ഈ സംഭവം തന്നെയാണ് രവീന്ദ്രൻ ഉപയോഗിച്ചത്. പക്ഷേ രവീന്ദ്രൻ തള്ളിയത് ആരാണ് തള്ളിയത്? രവീന്ദ്രനാണ് തള്ളിയത്. നമുക്കറിയില്ല. ഞാൻ രവീന്ദ്രൻ്റെ ഒരു വീഡിയോ കേൾക്കുന്ന ആൾ, ഞാൻ വിചാരിക്കുന്നത് എന്താണ്, രവീന്ദ്രനാണ് തള്ളിയത്, അല്ലാതെ അതേസമയം വിശ്വനാഥൻ ഡോക്ടറിന്റെ ഒരാൾ കാണുന്ന സമയത്ത് നമുക്കറിയാം എന്ത്, ഗ്രേഷിയാനോടെ അറ്റൻഷൻ സ്കീമ തിയറിയിൽ ക്വാളിയെ തള്ളിയിട്ടുണ്ട്. ഇതേ സംഭവം വൈശാന്തമ്പിയുടെ വീഡിയോ ഉണ്ട്, ആരാണ് ഞാൻ, ബുദ്ധനും ശങ്കരനും തേടിയ ചോദ്യം. അത് ഒരുപാട് പേര് കണ്ടിട്ടുള്ള, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്.
ഇതിൽ പുള്ളി ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് സെൽഫിനെ പറ്റിയാണ്. അതായത് പുള്ളി ആദ്യം പറഞ്ഞു തുടങ്ങുന്നതാണ് നമ്മുടെ തലച്ചോറ് ഇങ്ങനെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, നമ്മുടെ തലച്ചോറ് നമ്മളിങ്ങനെ നമ്മളെന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഈ പുള്ളി പറയുന്നത് എൻ്റെ അറിവിൽ അറ്റൻഷൻ സ്കീമ തിയറി തന്നെയാണ് പുള്ളി പറയുന്നത്. ഓക്കെ, എനിക്കറിയില്ല കേട്ടോ, പുള്ളി അത് പറയുന്നില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. അതാണ് ഞാൻ പൗരോഹിത്യം എന്ന് പറയുന്നത്. പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു, വൈശാൻ തമ്പി പറഞ്ഞു എന്ന് പറയേണ്ടി വരും. അതല്ല, വൈശാൻ തമ്പി അല്ലല്ലോ സയന്റിസ്റ്റ്. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയേണ്ടതുണ്ട്. അതെവിടെ മാത്രമല്ല എന്തിലും പറയേണ്ടതുണ്ട്. അല്ലെങ്കിലാണ് പൗരോഹിത്യം, എല്ലാ പുരോഹിതന്മാരും പറയേണ്ടതുണ്ട്. ഞാനത് പറയാം, ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം ഇന്ന കാരണം കൊണ്ടാണെന്ന്. അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ എന്തും പറയും. നിങ്ങൾ വേണമെങ്കിൽ ഈ കെട്ടിടത്തിന് ചുറ്റും കിടന്ന് ഓടിക്കോ, എന്നിട്ട് എനിക്കൊരു 1000 രൂപ വന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും മാറുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ പൗരോഹിത്യം ഉള്ളതുകൊണ്ടാണ്. തെളിവ് വെക്കുന്നില്ല. അപ്പൊ ഇയാൾ ഇത് പറയുന്നു, ഓക്കെ അറ്റൻഷൻ സ്കീം. ഇയാളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ വളരെ ബഹുമാനത്തോടുകൂടി പറയുന്ന കേട്ടോ, അല്ലാതെ ഇയാൾ എന്നുള്ള അർത്ഥത്തിലല്ല, എനിക്കറിയാം അറിയില്ല. അപ്പോൾ ഈ പുള്ളി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു. അതിനുശേഷം ബോഡി സ്കീമ എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്. നമ്മുടെ തലച്ചോറ് നമ്മുടെ ബോഡിയെ നമ്മുടെ വിരലിൻ്റെ തുമ്പ് ഇവിടെ വരേണ്ടത് നമുക്കറിയാം. ബോഡി സ്കീമ എന്ന് പറയും. നമ്മളിപ്പോൾ ഈ കൈ മുറിച്ച് മാറ്റിയിട്ട് വെപ്പ് കൈ വെച്ചാലും ബോഡി എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഈ വെപ്പ് കൈ നമ്മുടെ ശരീരത്തിന്റെ ഭാഗം പോലെ മാപ്പിംഗ്. അതാണ് മറ്റേ റബ്ബർ ഹാൻഡ് ഇല്യൂഷൻ ടെസ്റ്റ്. ഇതൊക്കെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യും. റബ്ബർ ഹാൻഡ് ഇല്യൂഷൻ, പെട്ടെന്ന് റബ്ബർ ഹാൻഡ് വെച്ചിട്ട് നമ്മുടെ രണ്ട് കൈയിലും ഇങ്ങനെ, അതായത് ഒറിജിനൽ കൈയിലും റബ്ബർ ഹാൻഡിന്റെ മുകളിലും ഇങ്ങനെ തടവ്. അപ്പോൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് റബ്ബർ ഹാൻഡിന്റെ മുകളിലാണ് തടവുന്നത്. അപ്പോൾ നമ്മൾ മൈൻഡ് മാപ്പ് ചെയ്യും, തലച്ചോറ് മാപ്പ് ചെയ്യും, ഇത് നമ്മുടെ കൈയാണ്. എന്നിട്ട് പെട്ടെന്നൊരു ചുറ്റി വെച്ച് അടിക്കുമ്പോൾ കൈ നമ്മൾക്ക് വേദന എടുക്കും, ഐ മീൻ നമ്മൾ കൈ വലിക്കും. അതാണ് അതിന് ബോഡി സ്കീമ തിയറിയാണ്. ബോഡി സ്കീമ തിയറിയാണ് അത്. ഓക്കെ, തെളിവുകളുള്ള, ഏറ്റവും കൂടുതൽ തെളിവുകളുള്ള ഒരു തിയറിയാണ്, അത് അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷെ പുള്ളി പറഞ്ഞു തുടങ്ങിയത് എവിടെയാണ്? അറ്റൻഷൻ സ്കീമ തിയറി എന്നാണ്. അതിങ്ങനെ പറഞ്ഞു വന്നിട്ട് ബോഡി സ്കീമയെ കൂടി ഇങ്ങനെ വന്നിട്ട് കോൺഷ്യസ്നെസ് പുള്ളി തീരുമാനമാക്കി കഴിഞ്ഞ്. കോൺഷ്യസ്നെസ് പുള്ളിക്ക് തീരുമാനം, അല്ലാതെ പുള്ളിക്ക് അതിൻ്റെ ഡൗട്ടൊന്നുമില്ല. ഇത് ഞാൻ പണ്ട് കണ്ടിട്ടുള്ള വീഡിയോ ആണ്. അന്ന് ഈ വീഡിയോയുടെ പേര് ഞാൻ പറയാൻ കാരണം, ആ വീഡിയോയുടെ പേര് സയൻസ് ഓഫ് സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്. സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് അന്ന് അതിൻ്റെ പേര്. അന്ന് ഇൻ ദ സെൻസ് 2025 ഓഗസ്റ്റ് വരെ അതിൻ്റെ പേര്, അല്ലെങ്കിൽ ജൂലൈ വരെ അതിൻ്റെ പേര് സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ്. അതിനുശേഷം കഴിഞ്ഞതിന് മുമ്പത്തെ ഒരു മാസം മുമ്പ് AI ബന്ധപ്പെട്ട് AI തള്ളുകൾ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ AI എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരില്ല എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ പുള്ളി ലാസ്റ്റ് വന്ന് അവസാനിപ്പിക്കുന്നത്, പുള്ളി പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയില്ല. ഇതാണ് എൻ്റെ. അപ്പം ഞാനിത് കേൾക്കുന്ന പറഞ്ഞാൽ, ഞാൻ രാവിലെ എണീച്ച് കഴിയുമ്പോഴാണ് കേൾക്കണത്. ഞാനിപ്പോൾ ഇയാൾ പറഞ്ഞ എല്ലാ കോൺഷ്യസ്നെസ് നമ്മുടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളത് AI അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരാൻ പറ്റുന്നത്? അപ്പോൾ അതുകൊണ്ട് അത് ഈ അടുത്തെങ്കിലും സംഭവിക്കാം. അപ്പം ഞാൻ വിചാരിച്ച് ഈ അടുത്തെങ്കിലും സംഭവിക്കില്ല എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇത് പുള്ളി ഇതിപ്പോൾ ഇങ്ങനെയായിപ്പോയി. നേരത്തെ പുള്ളി ഞാൻ പോയി ആ വീഡിയോ നോക്കി. ആ വീഡിയോയുടെ എൻ്റെ തെളിവില്ല, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ വീഡിയോയുടെ ഹെഡിങ് സയൻസ് ഓഫ് സെൽഫ് എന്നാണ്. സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്നിരുന്ന വീഡിയോയുടെ ഹെഡിങ് സയൻസ് ഓഫ് സെൽഫ് എന്നാണ്. ഞാൻ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ഈ പറഞ്ഞ അനക്ഡോട്ടൽ എവിഡൻസ് മാത്രമേ ഉണ്ടല്ലുള്ളൂ. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ല. പക്ഷേ ഞാനത് പലതവണ കണ്ടിട്ടുള്ളതാണ്. വളരെ ഫേമസ് ആണ്, കണ്ടിട്ടുള്ള ആൾക്ക് അറിയായിരിക്കും. സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് ഉള്ള പേര് മാറ്റി സയൻസ് ഓഫ് സെൽഫ് എന്നാക്കി. ശരിയാണ്, സയൻസ് ഓഫ് സെൽഫ് എന്നും അതിന് മാച്ച് ചെയ്യും. പുള്ളിക്ക് പേര് മാറ്റാം, പുള്ളി ഇത് അറിഞ്ഞിട്ടായിരിക്കണമെന്നില്ല. പക്ഷേ പുള്ളി അതിൽ പറയുന്നത് അറ്റൻഷൻ സ്കീമ തിയറിയാണ്. പക്ഷെ ഞാനത് വിശ്വസിക്കുന്ന എന്താണ്, വൈശാൻ തമ്പി പറഞ്ഞു. പിന്നെ എന്ത് വൈശാൻ തമ്പി പറഞ്ഞാൽ പിന്നെ ഒരു വിഷയമില്ല എന്നുള്ളതാണ്. ഇതുപോലെ ഏതും എടുത്തോ. ഇപ്പം ലാസ്റ്റ് വന്നൊരു ലോകാവസാനത്തെ പറ്റിയുള്ള വീഡിയോ. ഞാനിത് പറഞ്ഞു തുടങ്ങി എനിക്ക് ഒരുപാട് പറയേണ്ടി വരും. ലോകാവസാനത്തെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പുള്ളി പറഞ്ഞ ലോകാവസാനത്തെ പറ്റി നിങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാണ്. എന്നിട്ട് പുള്ളി പിന്നെ സംസാരിക്കുന്നത് ഭൂമിയിലെ മനുഷ്യനെ അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ്. അതായത് ഇങ്ങനെ പല റിസ്കുകൾ, പ്രോബബിലിറ്റി എല്ലാം തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു യുദ്ധം നടക്കാം, ന്യൂക്ലിയർ യുദ്ധം നടക്കാം, കൊറോണ പോലത്തെ ഒരു ഇത് വരാം, നമ്മളെല്ലാവരും നശിച്ചു പോകാം. ഇതെങ്ങനെ നശിച്ചു പോകണേ? മനുഷ്യനല്ലേ നശിച്ചു പോകണമല്ലോ. മനുഷ്യൻ വീണ്ടും 2 ലക്ഷം വർഷം കഴിഞ്ഞാൽ 3 ലക്ഷം വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും പരിണാമം വഴി ഉണ്ടായി വരാം. ഇത് ലോകാവസാനമല്ലല്ലോ, മനുഷ്യന്റെ ഇപ്പം നിലനിൽക്കുന്ന മനുഷ്യന്റെ അവസാനം പോലും അല്ല. ആ ട്രീ അവിടെ നിൽക്കുന്നുണ്ട്, അത് നാളെ വീണ്ടും പുള്ളി ഇതിങ്ങനെ ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യണം. പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഭൂമിയിൽ മനുഷ്യന്മാർ അവസാനിക്കാനുള്ള കാര്യങ്ങളാണ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. പിന്നെ ലാസ്റ്റ് പുള്ളി പറയും ചിലപ്പോൾ ആസ്ട്രോയിഡ് വന്നിരിക്കാം, ഇത് എങ്ങനെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞങ്ങ് പോയിട്ട് ലാസ്റ്റ് അത് വളരെ ചുരുക്കം ചാൻസുകളേ ഉള്ളൂ. എന്തായാലും ലോകാവസാനം മതപുസ്തകങ്ങളിൽ പറയുന്ന പോലെ ആയിരിക്കില്ല. അടുത്ത സെൻറ്റൻസ് അങ്ങനെ ആവാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ ആവാൻ ഒരു സാധ്യതയില്ല. ഈ ലോകാവസാനം ഏതാണ്? ഭൂമിയെ പറ്റിയ ലോകാവസാനം. അങ്ങനെ ഒരു ലോകാവസാനത്തെ പറ്റിയല്ല സത്യത്തിൽ മതപുസ്തകങ്ങൾ സംസാരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ അവസാനത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ അവസാനത്തെ പറ്റി തിയറികളുണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതിനെപ്പറ്റി പുള്ളി സംസാരിക്കുന്നില്ല. അപ്പോൾ പുള്ളിയുടെ ഉദ്ദേശം സയൻസ് പറയലോ എന്ന് വെച്ചാൽ പുള്ളിയുടെ ബാക്കി ചില വീഡിയോകൾ ചില സയൻസ് മാത്രം പറയുന്ന വീഡിയോകളുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇതിൽ പല സാധനങ്ങൾ മിസ്സായി പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇത് കാണുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഞാനപ്പോൾ ഈ യൂട്യൂബിൽ അടിച്ചു നോക്കും, വൈശാൻ തമ്പിക്ക് ആരെങ്കിലും
വൈശാഖ് തമ്പി ചെയ്യുന്നത് ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടോ നോക്കുമ്പോൾ ഒരെണ്ണമില്ല. കാരണം നിങ്ങൾ ബിസിയാണ്, എല്ലാവരും ബിസിയാണ്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പുറം കിടക്കണേ, ധീരവേന്ദ്രൻ ഉണ്ട്, ആരിഫ് ഹുസൈൻ ഉണ്ട്, അവർക്കൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനതിൽ ഇതിനെ വിമർശിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ആരുമില്ലല്ലോ. അപ്പം ഞാനന്ന് ആരെങ്കിലുമൊക്കെ കിടക്കട്ടെ, ഏതെങ്കിലും മനുഷ്യൻ ഇത് അന്വേഷിച്ച് പോണ സമയത്ത് അറിയാണ്ടൊക്കെ കാണുമല്ലോ, അങ്ങനെ കണ്ടോട്ടെ എന്നുള്ള നിലക്കാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അത് പറഞ്ഞിട്ട് നമുക്ക് അതാണ് എൻ്റെ എൻഡ് പോയിന്റ്. സോറി. അതായത് ബേസിക്കലി ഞാൻ വൈശാഖ് തമ്പി വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ എന്ത് ചെയ്തത്, ഈ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി പഠിച്ചു തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അതിനുശേഷം ഒരു വീഡിയോ, ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു, മലയാളത്തിൽ തന്നെ ഉണ്ട്. ഋഷി ശ്രീധർ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ക്വാണ്ടം സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പുള്ളി എഞ്ചിനീയറിംഗ് ആയിരുന്നു, പക്ഷേ പുള്ളി പിന്നെ തിരിച്ച് ഇതിൽ വന്നിട്ട് ക്വാണ്ടം സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളിയുടെ ഒരു വൈ ദ ഹെൽ നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ പുള്ളിയുടെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പുള്ളി വെറുതെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വാണ്ടം മെക്കാനിക്സ് ഇതാണ്, ഇന്ന പോലെ ഒരു സംഭവം, ഇത്രേ ഉള്ളൂ. ആദ്യം മുതലേ പഠിപ്പിക്കുന്നുണ്ട്. പുള്ളി പറയുന്നത് എല്ലാവരും ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കുന്നത് തെറ്റാണ്. എല്ലാവരും തുടങ്ങുന്നത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, ഷ്രോഡിംഗർ ക്യാറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തോ സംഭവമാക്കിയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ പുള്ളി പറഞ്ഞാൽ അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്. പുള്ളി നമ്പേഴ്സ് തൊട്ട് വെക്ടേഴ്സ് തൊട്ട് ഇങ്ങനെ വന്ന് പ്രോബിലിറ്റി തൊട്ട് ഇത് തൊട്ട് ഇങ്ങനെ പറഞ്ഞ് പുള്ളി പോയിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പുള്ളി പറയും ഇനിയുള്ളത് എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. അതിനാണ് ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്. അതിന് പല ഇൻ്റർപ്രിട്ടേഷൻ കൃത്യമായിട്ട് കാര്യം പറയുന്നത്. അപ്പോൾ ഇതിലെനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, വൈശാഖ് തമ്പിയുടെ ക്വാണ്ടം തലവേദന എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ഇത് ഋഷി ശ്രീധറിൻ്റെ വീഡിയോ ആണ്. വൈശാഖ് തമ്പിയുടെ ക്വാണ്ടം തലവേദന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഈ അടുത്ത് ക്വാണ്ടം മെക്കാനിക്സിന് 100ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് പുള്ളിക്ക് ക്വാണ്ടം മെക്കാനിക്സ് അറിയില്ല. ഞാൻ പറയുന്നത്, ഞാനൊരു ആരോപണമായിട്ട് തന്നെ പറയുമെന്ന് വിചാരിച്ചു. പുള്ളിക്ക് ക്വാണ്ടം മെക്കാനിക്സ് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു വിഷയമാണെങ്കിൽ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്, എനിക്ക് ഈ വിഷയം അറിയില്ല എന്നല്ലേ പറയുന്നത്. പുള്ളിക്ക് അതല്ല പുള്ളി പറയുന്നത്, എനിക്കറിയില്ലെങ്കിൽ ആർക്കും അറിയില്ല, എനിക്കറിയില്ലെങ്കിൽ ആർക്കും അറിയില്ല എന്നാണ് പുള്ളി ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. ഐൻസ്റ്റീന് പോലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു ക്വാണ്ടം മെക്കാനിക്സ് വന്നത്. അന്ന് ഐൻസ്റ്റീൻ ഏത് കാലത്താണ്, 1920 25 മരിച്ചുപോയി. അന്ന് ക്വാണ്ടം മെക്കാനിക്സ് തുടങ്ങുന്നുള്ളൂ. ഐൻസ്റ്റീൻ അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഐൻസ്റ്റീൻ പറഞ്ഞ ഈ നോൺ ലൊക്കാലിറ്റിയുടെ വിഷയം ഉണ്ടല്ലോ, നോൺ ലൊക്കാലിറ്റി ഇപ്പോൾ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് ഇപ്പോഴും പ്രോബ്ലമാണ്. പിന്നെ പുള്ളി പറയും, ഫെയ്ൻമാൻ പറഞ്ഞിട്ടുണ്ട്, റിച്ചാർഡ് ഫെയ്ൻമാൻ ആണോ, ഫെയ്ൻമാൻ പറഞ്ഞിട്ടുണ്ട്, നോബഡി അണ്ടർസ്റ്റാൻഡ് ക്വാണ്ടം മെക്കാനിക്സ് ബട്ട് എവരിബഡി നോസ് ഇറ്റ് വർക്ക്സ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നോബഡി അണ്ടർസ്റ്റാൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. ഫെയ്ൻമാൻ എന്താ ഉദ്ദേശിച്ചത്? നോബഡി അണ്ടർസ്റ്റാൻഡ് പറഞ്ഞാൽ ഇപ്പോഴും നോബഡി അണ്ടർസ്റ്റാൻഡ്. കാരണം എന്താ വെച്ചാൽ എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല. അല്ലാതെ ക്വാണ്ടം മെക്കാനിക്സ് എന്തോ വലിയ സംഭവമാണെന്ന് അല്ലെങ്കിൽ ആർക്കും ഇല്ല എന്നുള്ളതല്ല. ക്വാണ്ടം കണികൾ എന്താണെന്ന് നമുക്കറിയില്ല. അതിൽ ഈ ഋഷി ശ്രീധർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, നേരത്തെ പറഞ്ഞ വീഡിയോയിൽ. അതായത് നമ്മളൊരു അന്യഗ്രഹത്തിലേക്ക് പോകണം. നമ്മളിവിടുന്ന് ഒരു ഫ്രിഡ്ജുമായിട്ടാണ് പോകുന്നത്. ആ ഗ്രഹത്തിൽ ടിവിയും അലമാരിയും മാത്രമേ ഉള്ളൂ, ഫ്രിഡ്ജില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫ്രിഡ്ജ് കൊണ്ടുപോകണം. ഫ്രിഡ്ജ് കൊണ്ടുപോയി നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലഗിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഇത് ടി വി ആണല്ലേ. അപ്പോൾ ഒരു ടി വി അല്ല, ഇത് ഫ്രിഡ്ജ്. അപ്പോൾ പിന്നെ മറ്റേ അലമാരി ആയിരിക്കും, കാരണം സാധനങ്ങൾ വെക്കാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് അലമാരി ആയിരിക്കും. അപ്പോൾ ഒരു അലമാരി അല്ല ഇത്. പക്ഷെ അവർക്കത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം, അവരെന്താ പറയുന്നത്, ഇത് ടി വി അലമാരിയും കൂടി ചേർന്ന പോലത്തെ എന്തോ ഒരു സംഭവം. അത് നമുക്ക് മനസ്സിലായിട്ടില്ല, ഇത് എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ക്വാണ്ടം കണികൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നോ ഇത് നമുക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അത്രയും സിമ്പിളായിട്ട് പുള്ളി ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. സൂപ്പർ പൊസിഷൻ വിശദീകരിക്കുന്നുണ്ട്. പുള്ളി പറയുന്നുണ്ട്, സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ 2 സ്ഥലത്തുണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ അത് അങ്ങനെ അല്ല എന്ന് പറയണമെന്ന് പുള്ളി എടുത്ത് പറയുന്നുണ്ട്. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കറക്റ്റാണ്, അങ്ങനെ ആരും പറയുന്നില്ല. എന്നാൽ വൈശാഖ് തമ്പി പറയുന്നുണ്ട്. കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ട് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇടാത്ത വെച്ചാൽ നമ്മൾ ആ ഒരു അർത്ഥത്തിലല്ല നമ്മളിതിനെ കാണുന്നത്, ഞാൻ ആ ഒരു വ്യൂ പോയിന്റ് മനസ്സിലാക്കാന്നുള്ള നിലക്കാണ്. അപ്പോൾ വൈശാഖ് തമ്പിയുടെ എക്സ്പ്ലനേഷൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ക്വാണ്ടം, എനിക്ക് പേടിയാവുക ചെയ്യണത്, ക്വാണ്ടം മെക്കാനിക്സ് എന്തൊരു സംഭവം ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ പുള്ളി പറഞ്ഞു തുടങ്ങുന്നത് മാജിക് മാത്രമല്ല, പുള്ളി പറയുന്നത് ഞാനൊരു 14 വർഷമായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ കുട്ടികൾക്ക് സയൻസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. പിന്നെ ഞാൻ മൊത്തത്തിൽ 17 വർഷം സ്കൂളിൽ പഠിച്ചതും, അതുകൂടാതെ എൻ്റെ ഡിഗ്രി, എൻ്റെ ഗ്രാജുവേഷൻ, എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അപ്പോൾ എത്ര 10-25 വർഷം 10ാം ക്ലാസ് ഒരു സ്കൂളിൽ എന്ത് ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കണം. നമ്മൾ അങ്ങനെ എണ്ണി പറയാറുണ്ടോ? ഇല്ല. ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും പിന്നെ അതിനുശേഷം ഞാൻ വായിച്ച അസംഖ്യം പുസ്തകങ്ങളുടെയും അടിസ്ഥാനത്തിൽ, പിന്നെ ഞാനിപ്പോൾ ഒരു പോസ്റ്റ് അധ്യാപകൻ എന്നുള്ള അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, എനിക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് പേടിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്ന് അപ്പോൾ തന്നെ നമുക്ക് കേൾക്കണം, പേടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി പറയും, റിച്ചാർഡ് ഫെയ്ൻമാൻ പറഞ്ഞു, ഐൻസ്റ്റീനും ഇഷ്ടപ്പെട്ടിട്ടില്ല, ആർക്കും മനസ്സിലായിട്ടില്ല. ഇത് കേട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് പുള്ളിക്ക് ആകെ അറിയാവുന്നതെന്ന് വെച്ചാൽ പോപ്പുലർ സയൻസിൻ്റെ മെത്തേഡിൽ ക്വാണ്ടം മെക്കാനിക്സ് എവിടെ വെച്ചാൽ ക്വാണ്ടം മെക്കാനിക്സ് എവിടെ നിന്ന് വന്നു, അതായത് ഇത് ക്വാണ്ടമായിട്ടാണ് എനർജി വരുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്സ് തുടങ്ങിയത്. അത് പുള്ളിക്കറിയാം, അത് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് പിന്നെ പുള്ളി അങ്ങോട്ട് പോയിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്കിത് പേടിയാവിയത്. പക്ഷേ നേരെ മറിച്ച്
ഋഷി ശ്രീധരൻ്റെ വീഡിയോ കണ്ട സമയത്ത് അത് കഴിഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞ് ഞങ്ങൾ ക്യൂ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ക്വാണ്ടം ഇന്ത്യ എന്നുള്ള അർത്ഥത്തിൽ ക്യൂ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നുണ്ട് കുട്ടികൾക്ക്. കാരണം ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെ റിസർച്ച് ചെയ്യാൻ ആൾ വേണമല്ലോ. അത്രയും മാത്തമാറ്റിക്സ് അറിയാവുന്ന ആളുകൾ കുട്ടികൾ വേണം പോവാൻ, അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ ചെയ്യാൻ ആളില്ലല്ലോ. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ എടുത്തിട്ട് ഇവർ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഈ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ, ഇന്ത്യയിൽ 40% ആളുകൾ ഇന്ത്യയിൽ നിന്നാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ക്യൂ ഇന്ത്യ എന്നൊരു പരിപാടി തുടങ്ങി. ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ആദ്യം ചിന്തിക്കണമെന്ന് വെച്ചാൽ, ചേട്ടാ ഈ ക്യൂ ഇന്ത്യനെ ഞാൻ സെർച്ച് ചെയ്ത് എൻ്റെ മോന് ഇപ്പോൾ അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, ഇവൻ കുറച്ചാൾ കഴിയുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ്, അപ്പോൾ വലിയ കോമ്പറ്റീഷൻ്റെ അകത്ത ഫീൽഡാണ്, അവനെ മാത്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോകാവുന്നൊരു സ്ഥലമുള്ളൂ. അപ്പോൾ ക്യൂ ഇന്ത്യ ആയിട്ടൊന്ന് ബന്ധപ്പെടുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. മറ്റേ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എന്താ ചിന്തിച്ചത്, ഒരിക്കലും മനസ്സിലാവാത്തൊരു സംഭവം, ഇത് എന്തോ ഒരു സംഭവം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇനി നിങ്ങൾ ഇതേ എടുത്തിട്ട് ഇത് ഇത്ര മനസ്സിലാക്കിയിട്ട് ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോ നിങ്ങളോ മലയാളത്തിൽ യൂട്യൂബിൽ കയറിയിട്ട് ക്വാണ്ടം മെക്കാനിക്സ് മലയാളം എന്ന് അടിക്കുക. നിങ്ങൾ ഏത് വീഡിയോ എടുത്തോ, JR സ്റ്റുഡിയോ ലാസ്റ്റ് ഒരു ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മറ്റേ ഷ്രോഡിംഗർ സ്കാറ്റ് ഇതിട്ടിട്ടുണ്ട്. ഈ ക്വാണ്ടം തലവേദന എന്ന് പറഞ്ഞ വീഡിയോയിൽ തന്നെ വൈശാഖ് തമ്പി പറയുന്നുണ്ട്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഈ ഒരു പ്രശ്നം കാണിക്കാനാണ്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഈ ഒരു നിഗൂഢമായ ഒരു പ്രശ്നം കാണിക്കാനാണ് ഷ്രോഡിംഗർ തോട്ട് എക്സ്പെരിമെൻറ്റ് മുന്നോട്ട് വെച്ചതെന്ന്. അല്ല, ഷ്രോഡിംഗർ അങ്ങനെ മുന്നോട്ട് വെച്ചല്ല. ഷ്രോഡിംഗർ മുന്നോട്ട് വെച്ചത് കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ്റെ പ്രോബ്ലം കാണിക്കാനാണ്, അതിലെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് കാണിക്കാനാണ് മുന്നോട്ട് വെച്ചത്. തെറ്റാണല്ലോ പറഞ്ഞത് തെറ്റാണ്. JR സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ പുള്ളി മറ്റേ വീഡിയോ, JR സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സയൻസ് ചാനലാണ്, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ചാനലാണ്. ഇനി അവരൊന്നും എന്നെ ഒന്നും പറയണ്ട, ഞാൻ പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സംഭവം അവിടെ തന്നെ ഞാൻ കമൻറ്റ് ഇട്ട് പറഞ്ഞു, ഈ സംഭവം ഇന്ന പോയിന്റ് തെറ്റാണ്. കാരണം അത് ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇടണം. കാരണം ഇവർ കറക്റ്റ് ആക്കിയാലല്ലോ. നമ്മളിത് വിമർശിച്ചില്ലെങ്കിൽ എന്തോ വെച്ചാൽ എന്തും പറയാനുള്ള അവസ്ഥ വരില്ല. നമ്മൾ വിമർശിക്കണം എന്തിനാണ്? എനിക്കിപ്പോൾ ഇത് ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി ക്ലാസ് എടുക്കാൻ പറ്റുന്നൊന്നുമില്ല, അതിന് മാത്രം സമയം ഉണ്ടാവണമെന്നില്ല. ഇവരുടെ പ്രൊഫഷൻ ഇതാണ്. അപ്പോൾ ഇവർ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിനുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, വിമർശിക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. സയൻസ് ആണല്ലോ, ശ്രദ്ധിക്കാൻ എന്താ പാട്? അല്ലാതെ മറ്റേ ഹദീസ് എടുത്തിട്ട് ചെക്ക് ചെയ്യാനൊന്നുമില്ലല്ലോ. നിങ്ങൾ കറക്റ്റ് കാര്യം ഒന്നുകൂടി ചെക്ക് ചെയ്യുക, എന്നിട്ട് അവതരിപ്പിക്കുക. JR സ്റ്റുഡിയോയിൽ ഷ്രോഡിംഗർ സ്കാറ്റിനെ പറ്റി പറഞ്ഞത് തെറ്റാണ്. അത് പുള്ളി പറയുന്നത് ഈ പുള്ളി അതൊരു ഭയങ്കര ബ്രഹ്മാണ്ഡ സംഭവം, അത് ഭയങ്കര വീഡിയോ പ്രസന്റേഷന് വേണ്ടിയിട്ടാണ് പുള്ളി ചെയ്തത്. ഞാൻ അതിൽ പോയിട്ട് 1, 2, 3 തന്നെ പോയിട്ട് തെറ്റാണെന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ കാര്യമില്ല, 1000 കമന്റിൽ ഒരു കമന്റിൽ നമുക്ക് അത് ഇവിടെ എത്തില്ല. പിന്നെ ഉള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാനൽ സയൻസ് ഫോർ മാസ് എന്ന് പറഞ്ഞ ചാനലാണ്. സയൻസ് ഫോർ മാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രോപ്പറായിട്ട് പുള്ളി അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഏത്തീസം പ്രൊമോട്ട് ചെയ്യുക. ബാക്കി എല്ലാവരും ആ പണി എടുക്കും. JR സ്റ്റുഡിയോ എടുക്കും, വൈശാഖ് തമ്പി എടുക്കും. എല്ലാവരും പണി സയൻസ് പ്രചരിപ്പിക്കലല്ല, അവരുടെ പണി അതിൻ്റെ ഇടയിൽ കൂടി JR സ്റ്റുഡിയോ സയൻസ് പ്രചരിപ്പിക്കലായിരുന്നു, പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി ഏത്തീസവും കയറ്റി വിടുന്നുണ്ട് എല്ലാവരും ഓൾമോസ്റ്റ്. സയൻസ് ഫോർ മാസ് അങ്ങനെയല്ല. പക്ഷേ സയൻസ് ഫോർ മാസിലും ഞാൻ പുള്ളിനെയാണ് ശരിക്കും പ്രോപ്പർലി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, കാരണം പുള്ളി എല്ലാ സൈഡും പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കും ഈ പറഞ്ഞ സംഭവം തെറ്റിപ്പോയിട്ടുണ്ട്. അത് ഞാൻ ഈ തിരിച്ചറിഞ്ഞു. അത് ഈ ലോകം ബെൽ ഇനിക്വാലിറ്റിയുടെ അവാർഡ് കിട്ടിയ സമയത്ത് പുള്ളി പറഞ്ഞ് ഈ ലോകം റിയൽ എല്ലാം തെളിയിച്ചതിനാണ് ഇത്തവണ ഇത് കൊടുത്തതെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് സംസാരിക്കുന്നത് ഇവരെല്ലാവരും തെറ്റാണ്, ഞാനെന്തോ സൂപ്പർ എന്ന് പറയാനല്ല. ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം എൻ്റെ മോൻ വലുതായവരെയാണ്. ഇവൻ സയൻസ് പഠിക്കണമെങ്കിൽ ഇവരുടെ അടുത്ത് പോയി പഠിക്കണം. ഒന്ന് പോയിട്ട് എത്തീസിൻ്റെ അടുത്ത് പോയി പഠിക്കണം. അവർ പറയണ നീ ഇവിടെ സയൻസ് പഠിക്കാൻ വന്നിട്ട് ഇടക്ക് പള്ളിയിൽ പോകണോ, എന്താണ് മനസ്സിലുണ്ട് എന്ന് അപ്പം ഇവർക്ക് അങ്ങനെയുള്ള ആളുകൾ മതി. അങ്ങനെയുള്ള ആളുകൾ മതി എന്ന് പറയാൻ കാരണം എസൻസ് ഗ്ലോബലിൻ്റെ ശാസ്ത്ര പ്രചാരകൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പുള്ളി ഒരു പോഡ്കാസ്റ്റിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് കൃത്യമായിട്ട് പറയാറുണ്ട്, നിങ്ങളുടെ വീട്ടുകാർ ഞായറാഴ്ച കുർബാനക്ക് വിടാൻ പറയുന്നുണ്ട്, ഈ സൈസ് അലവലാതിത്തരത്തിനൊക്കെ നിങ്ങളെ വിടുന്നുണ്ട് എന്ന് പറയും. അതായത് ഞായറാഴ്ച കുർബാന എന്ന് പറഞ്ഞാൽ അലവലാതിത്തരത്തിന് നിങ്ങളെ വിടുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞ് കുട്ടികളെ മനസ്സിലാക്കുന്നുണ്ടെന്ന് സയൻസ് പഠിപ്പിക്കുന്ന ആളാണ്. പിന്നെ പുള്ളി പറഞ്ഞാണ്, പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ഇക്വേഷൻ ആണെന്നാണ്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, മതം എന്ന് പറഞ്ഞാൽ മയക്കുവരുന്നാണല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞത് ഈ മതവിശ്വാസമായിട്ട് നടക്കുന്ന ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ആളുകൾക്ക് അവരുടെ മക്കൾ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അവരെ എതിർക്കാൻ ഓപ്ഷനില്ല. ലോജിക്കലി അവരുടെ മക്കൾ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അവർ കുറ്റം പറയാൻ പാടില്ല. കാരണം എന്താ, നിങ്ങൾ അതിലും വലിയൊരു ലഹരിക്ക് അടിമയാണ്. അയാൾ എവിടെ എത്തി? മതം മനുഷ്യനെ മറക്കുന്ന കറുപ്പാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മോൻ കറുപ്പടിച്ചാൽ കഞ്ചാവ് വലിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അതിലും വലിയ ഈ സൈസ് ആൾക്കാർ അടുത്താണ് എൻ്റെ മകൻ വലുതായി വരുമ്പോൾ അവന് സയൻസ് പഠിക്കണമെങ്കിൽ അവിടെ പോകണം. ഇതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ സയൻസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ് ഇവിടെ നടക്കുന്നത് ഈ പറഞ്ഞ എത്തിസ്റ്റ് ഗ്രൂപ്പുകളുടെ കുറേ പരിപാടിയാണ്. സയൻസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് അവർ എത്തിസം പ്രൊമോഷൻ നടത്തുന്നത്. സയൻസ് പ്രൊമോഷൻ മാത്രം അക്കാഡമിക് ലെവലിൽ വിവരമുള്ള അല്ലെങ്കിൽ അക്കാഡമിക് ലെവലിൽ ആ ഒരു സയൻസ് പ്രചരിപ്പിക്കണമെന്ന് ഇൻട്രസ്റ്റ് മാത്രമുള്ള ആ തരത്തിൽ നിലവാരമുള്ള ആളുകൾ സയൻസ് പഠിക്കും. എനിക്കും പഠിക്കാൻ താല്പര്യമുണ്ട്. മീൻസ് പഠിക്കാൻ രസമല്ലേ? നമ്മളൊരു സാധനം പഠിക്കുമ്പോൾ നമുക്ക് നല്ല രസമല്ലേ നമുക്ക് പഠിക്കാം. നമ്മളിപ്പോൾ പഠിക്കില്ലേ, ഇപ്പം ഈ പ്രായത്തിൽ പഠിക്കില്ലേ. ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ടൊരു പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എന്നാൽ പോലും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ പഠിക്കും. അപ്പോൾ എൻ്റെ മോനെ പഠിക്കുമ്പോൾ ആരെങ്കിലും അങ്ങനെ ഒരു സമൂഹം കേരളത്തിൽ സയൻസ് പ്രൊമോഷൻ വളരെ ജെന്യുവിനായിട്ട് വളരെ ഒതൻറ്റിക്കായിട്ട് ചെയ്യുന്ന ആരെങ്കിലും മുന്നോട്ട് വരണം എന്നുള്ള ഈ സംഭവം ഞാൻ ചിന്തിക്കുന്നത് ഇതിന് ശേഷമാണ്. ഞാൻ ആദ്യം ഇത് നോക്കിയത് അതിന് വേണ്ടിയിട്ടല്ല. പക്ഷേ ഞാൻ പിന്നെ നോക്കുമ്പോൾ എല്ലാ
യൂട്യൂബ് മലയാളം ചാനലിലും തെറ്റാണ്. ഉണ്ട്, ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. മറ്റേ സയൻസ് വിത്ത് അലക്സ് എന്ന് പറയുന്ന സംഭവത്തിൽ അത് പുള്ളി കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഞാനീ പറഞ്ഞ ഋഷി ശ്രീധരൻ്റെ വീഡിയോ കിടക്കുന്നുണ്ട്. പക്ഷേ ഒരു സയൻസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോപ്പുലർ ഒരു സയൻസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ എന്താണ്? കേരളത്തിൽ സയൻസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഏത് ഹാൻഡിൽ ഓർമ്മ? എസൻസ് ഗ്ലോബൽ അല്ലേ? അല്ലേ, ശാസ്ത്ര പ്രചാരണ പരിപാടിയല്ലേ നടത്തുന്നത്? അവരുടെ പണി ഇതാണ്. ഈ പറഞ്ഞ ശാസ്ത്ര പ്രചാരണത്തിന്റെ പരിപാടിയിൽ നിന്ന് അവർ മാറണം. മാപ്പ് പറഞ്ഞിട്ട് മാറണം ഞാൻ പറയണം. ഞങ്ങൾ ഇത്ര കാലം അബദ്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ മാപ്പ് പറഞ്ഞ് മാറണം. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. മാപ്പ് പറഞ്ഞ് ഞങ്ങൾ എത്തീസം പ്രൊമോഷനാണ്, എന്നാൽ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് സയന്റിസ്റ്റാണ് പ്രൊമോട്ട് ചെയ്യുന്നത് പറയണം. അല്ലെങ്കിൽ എന്തിനാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്? അതുപോലെ വൈശാഖ് തമ്പി കാണാത്തതാണെങ്കിൽ ഞാൻ അതാ പറഞ്ഞു, എനിക്ക് എൻ്റെ ചാനലിൽ ഇടണമെന്ന് എൻ്റെ ഇതിലിടണമെന്നല്ല, പുള്ളി അറിയണം. ഞാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയിട്ട് പുള്ളിയുടെ അടുത്ത് പറയാൻ ഞാൻ റെഡിയാണ്. ഞാൻ എൻ്റെ ഒരു കൂട്ടാനോട് ചോദിച്ചാൽ പറഞ്ഞ എൻ്റെ വീടിൻ്റെ അടുത്താണ് പുള്ളി നടക്കാൻ പോകുന്നത്. പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, സാർ ഇത് തെറ്റാണ്, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പുള്ളിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ നാളെ ഒരു തലമുറ വരുന്ന സമയത്ത് ഓക്കെ നിങ്ങൾക്ക് എത്തീസം പ്രചരിക്കും, അത് പറഞ്ഞു. എന്ത് രസമായിട്ട് ഇപ്പോൾ ഈ തീസം വേഴ്സസ് എത്തീസം ഡിബേറ്റ് ഉണ്ടായില്ല, ഷാനുവും മറ്റേവനും, എന്ത് രസമുണ്ട്. അതിൽ നിങ്ങൾക്ക് അപ്പുറത്തെടുക്കണോ അതെടുക്കാം, ഇപ്പുറത്തെടുക്കണോ അതെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അക്കാഡമിക് ലെവലിൽ പഠിക്കുന്ന എടുക്കാം. സയൻസിനെ ഇതിൽ നിന്ന് മാറ്റി പണി അറിയാവുന്ന ആരെങ്കിലും ഈ പണി എടുക്കണമെന്നുള്ള അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഇരുന്ന് സയൻസ് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അൺമാസ്കിങ് എത്തീസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ചാനലാണ്, ഗ്രേ സെൽസ് സയൻസ് പറഞ്ഞാൽ അവർ ക്രിസ്ത്യൻ ചാനലാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലാതെ ഇപ്പൊ ശാസ്ത്ര സാഹിത്യം പരിചയത് ഇവരൊക്കെയാണ് അതിന്റെ ആൾക്കാർ. ഇവർ എന്നിട്ട് പറയണത് പുള്ളിക്ക് അത്ഭുതമാണെന്ന് പറയണത്. ശാസ്ത്രജ്ഞൻ അമ്പലത്തിൽ പോകണം അത്ഭുതം തന്നെയെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഞാൻ ആ വിഷയം പിന്നെ സംസാരിക്കാം. അതായത് ഈ ഒരു മെസ്സേജോടുകൂടി അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് ഞാൻ സത്യം പറയാം എല്ലാ ചാനലുകളിലും പോയി ഞാൻ സംസാരിക്കാൻ റെഡിയാണ്. മനസ്സിലുണ്ട്, ആളുകൾ ചോദ്യം ചെയ്യണോ നിങ്ങളിത്, അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് റെസ്പോൺസിബിലിറ്റി വരും. സംസാരിക്കുമ്പോൾ മനസ്സിലാവും ഇതിനെ പോലെ ഞാൻ തെറ്റാണ് പറയുന്നത്. ഇത് ആ റെസ്പോൺസിബിലിറ്റി വരണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എനിക്കിപ്പോൾ ഈ ഒരു കണ്ടന്റ് എടുത്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കണ്ടന്റ് എടുത്ത് എൻ്റെ ചാനലിൽ ഇടണോ, എനിക്ക് അങ്ങനെ സംഭവമില്ല. ഞാൻ എൻ്റെ ചാനൽ ഉപയോഗിക്കാറേ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങി തന്നെ വേറൊരു ഉദ്ദേശത്തിൽ വേറൊരു സമയത്ത് തുടങ്ങിയ ഒരു ചാനലാണ്. ബിടെക്കുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ സംഭവങ്ങളിൽ എനിക്കുണ്ടായ ചില തിരിച്ചറിവുകൾ പങ്കുവെക്കാൻ വേണ്ടി തുടങ്ങിയ പരിപാടിയാണ്. അതെനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, അത് കണ്ടവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, അവരെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട് പിന്നീട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ തുടങ്ങിയത് 5 വർഷത്തിന് ശേഷം ഞാൻ ഇത് തുടങ്ങിയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാവരും പറയണം ഈ സംഭവം ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ അവർ തിരുത്തട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അവർ തിരുത്തുന്നതിനപ്പുറത്ത് ഈ നിലക്കുള്ള ഒരു ജെന്യൂനായ എഫേർട്സ് കൂടുതൽ ഉണ്ടാവട്ടെ എന്നുള്ളത് കൂടി നമുക്ക് ആരെങ്കിലും പറയണം. ഏതെങ്കിലും ഒരു സംഘടന പറയുന്നത് ഞങ്ങൾ സയൻസ് പഠിപ്പിക്കാനാണ് വരുന്നത്. ഇനി ഇതിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ ചാനലിനെ പറ്റി പറഞ്ഞപ്പോൾ ഇനി ഞാനിപ്പോൾ ഏത്തീസുകളെ കുറ്റം പറയുന്നതെന്ന് പറയണ്ട. മതപരമായ ആംഗിൾ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന ഒരു ചാനലാണ് ഷാബു പ്രസാദ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അത് പറയാം. അല്ലെങ്കിൽ ഇവർ വിചാരിക്കും ഞാൻ ഏത്തീസം മാത്രമാണ്. ഈ ഷാബു പ്രസാദിന്റെ വീഡിയോയിൽ നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ ശിവപ്രസാദ് വലിയ പ്രായമുള്ള മനുഷ്യനാണ്. ഞാൻ പറയുമ്പോൾ ഫ്ലോയിൽ അങ്ങനെ പേര് പറയുന്നുള്ളൂ. പുള്ളിയുടെ വീഡിയോയിൽ നമ്മൾ നോക്കിക്കുമ്പോൾ പുള്ളി ഇലക്ട്രോണിന് ഒരു സമയം അവിടെയും ഇവിടെയും സ്ഥിതി ചെയ്യാൻ കഴിയും സുഹൃത്തുക്കളെ. ആരാണ് പറയുന്നത്? കാര്യം ഞാനാണ് പറയുന്നത്. വേറെ ആരും പറയുന്നില്ല അങ്ങനെ. മനസ്സിലുണ്ടോ? ഇത് അതേസമയം നമ്മളും ആ ഒരു ലെവൽ. എന്തുകൊണ്ടാണ് ഈ പൂച്ച ഒരേ സമയം ചത്തും ജീവിച്ചിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ? അതുപോലെ നമുക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? നമ്മൾ ആ ഒരു ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നമുക്കും അത് സാധിക്കും. എവിടെ പോയി മറ്റേ സാധനം മനസ്സിലായി. അപ്പം ഞാനപ്പോൾ എത്തിസ്റ്റല മാത്രമല്ല പല ആളുകളും ഇതൊരു ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പം ആരും ഇത് ശരിയാക്കും എന്നുള്ളതാണ് ചോദ്യം. പൂച്ചക്കാരും മണി കിട്ടും എന്ന് ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. ആ ഒരു ചോദ്യം കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സയൻസ്, ശാസ്ത്രം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള പിന്നെ നമ്മുടെ അന്വേഷണങ്ങളാണ്. കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ലേണിംഗ് ആണ്. അത് മറ്റ് ചേരുവകളില്ലാതെ പ്യുവറായിട്ട് അത് ഏറ്റെടുക്കുന്ന ആളുകൾ കൂടുതലായി രംഗത്ത് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. സയൻസ് വെച്ച് എത്തിസം പ്രൊമോട്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ല. ആ സയൻസ് വെച്ചിട്ട് എത്തിസം പ്രൊമോട്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഭൗതികവാദിക്ക് സയൻസ് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് എടുത്തിട്ട് സയന്റിഫിക്കലി ഭൗതികവാദം തെളിയിച്ചെന്ന് പറയുന്നത് സത്യത്തിൽ അത് ശരിയായ നടപടിയേ അല്ല. കാരണം എന്ന് വെച്ചാൽ സയൻസ് വർക്ക് ചെയ്യുന്നത് ഭൗതികവാദം പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ്. അതായത് മെത്തഡോളജിക്കൽ നാച്ചുറലിസം പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ്. പ്രീസപ്പോസ് അല്ല, അങ്ങനെയല്ല, ഇൻട്രിൻസിക് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിശ്വനാഥ് ഡോക്ടർ എനിക്ക് റിപ്ലൈ ചെയ്തായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞ വളരെ മൈനോറിറ്റി വ്യൂ ആണ് പുള്ളി സംസാരിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലെല്ലാം അംഗീകരിക്കുന്നതാണ് മെത്തഡോളജിക്കൽ നാച്ചുറലിസം സയൻസിൻ്റെ ഒരു പ്രീസപ്പോസിഷനാണ്. എനിവേ ഭൗതികവാദം പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് സയൻസ് വർക്ക് ചെയ്യുന്നത്. സ്വാഭാവികമാണ്, എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പോൾ സയൻസ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യരുത്, ഞാൻ ഭൗതികവാദം തെളിയിച്ചു എന്ന് പറയാൻ പാടില്ല. കാരണം അങ്ങനെ തെളിയിക്കണം എന്ത് വേണം? ഒറ്റ പോയിന്റ് മിസ്സിംഗ് ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഒറ്റ പോയിന്റ്. അപ്പോൾ ഇവർ പറയും അത് ഗോഡ് ഓഫ് ദ ഗ്യാപ്പാന്ന് പറയും. അല്ല, അത് ഉപയോഗിക്കാനേ പാടില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കാരണം ഇത് ഭൗതികവാദം പ്രീസപ്പോസ് ചെയ്ത് വരയ്ക്കുന്ന സിസ്റ്റം ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് അടച്ച് കഴിയണം. ഒരെണ്ണം പോലും ബാക്കി വരാൻ പാടില്ല. കാരണം അത് സർക്കുലറായി മാറിക്കഴിഞ്ഞു. അതേസമയം വേണമെങ്കിൽ ഒരു മതവിശ്വാസിക്ക് സയൻസ് എടുത്തിട്ട് ഉപയോഗിക്കാം. അത് ഞാൻ മതവിശ്വാസി ആയി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നല്ല. കാരണം എന്താണ്, ഇത് പ്രീസപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്
കംപ്ലീറ്റ്ലി തെളിയിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് നിങ്ങൾ ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്ന് വിളിക്കും. പക്ഷേ ഞാൻ പറയുന്ന മറ്റതിനേക്കാൾ എൻ്റെ പോയിന്റ് മനസ്സിലായി, അതിനേക്കാൾ സാധ്യതയുണ്ട് ഇതിന്. ഏത് ലോജിക്കലി എനിക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എനിവേ പിന്നെ ഒരു വലിയൊരു അന്വേഷണത്തിൻ്റെ ഒരു രക്തം ചുരുക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശകൻ തമ്പിയുടെ ഒരുപാട് വീഡിയോകൾ ആ നിലക്ക് തന്നെ ആവേശത്തോടു കൂടി കാണുകയും പിന്നീട് ചില സംശയങ്ങൾ തോന്നി അതിലേക്ക് റീവിസിറ്റ് ചെയ്തപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങൾ, അതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളുമാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. അവസാനം പുള്ളിനെ വ്യക്തിപരമായിട്ട് അത് നമ്മളൊന്നുകൂടി പറയാം, തുടക്കത്തിൽ അവസാനത്തിൽ ഇത് പറയണം. കാരണം പുള്ളിനെ വ്യക്തിപരമായിട്ട് ഇപ്പോഴും വ്യക്തിപരമായ ഒരു വിഷയമേ അല്ലത്. പുള്ളിക്ക് സംഭവിച്ചിരിക്കുന്ന കുറച്ച് തെറ്റുകൾ എനിക്ക് ആരും ചൂണ്ടിക്കാണിച്ച് തരുന്നില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട മനുഷ്യനാണ്. കഴിഞ്ഞ മാസം കൂടി എനിക്ക് ആരും അതിങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ആരും തെളിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും പോയി കമന്റ് ഇട്ടിരുന്നു. ഞാൻ അങ്ങനെ അവസരത്തും കമന്റ് ഇടാത്ത ആളാണ്. എന്നാൽ പോലും പാവം ആരും ആരും പറയാത്തതുകൊണ്ടല്ലേ പുള്ളി അങ്ങനെ കമന്റ് വെക്കുന്ന ആളല്ലായിരിക്കാം. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. അതായത് പുള്ളി ഒരു മോശക്കാരനാണെന്നോ പുള്ളിയുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ലാന്നോ അല്ലെങ്കിൽ പുള്ളി ഒരു മോശക്കാരനാണെന്നോ അർത്ഥത്തിലല്ല, ഏതൊരു മനുഷ്യനും സംഭവിക്കാവുന്ന മിസ്റ്റേക്കുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത് ആ ഒരു നിലക്ക് തന്നെ എടുക്കുക. കൂടുതൽ പഠിക്കാനും അറിയാനും ഇവിടെ സംസാരിച്ച വിഷയങ്ങൾ ഒന്ന് റീചെക്ക് ചെയ്യാൻ നമ്മളെല്ലാവരും ഇവിടെ ഒരുപാട് വീഡിയോകളെക്കുറിച്ചും അതിൽ പറഞ്ഞ വാദങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി വീണ്ടും ആ വീഡിയോകളൊക്കെ ഒന്ന് റിവിസിറ്റ് ചെയ്ത് കാണാനും ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനോ തെറ്റുണ്ടോ എന്ന് പരിശോധിക്കുക. അത് വീണ്ടും ചർച്ചകൾക്ക് വിധേയമാക്കുക. ആ രൂപത്തിൽ ഒരു ആരോഗ്യകരമായ ചർച്ച സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു രീതി നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട്. അപ്പോൾ എനിവേ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.